അതുപോലെ തന്നെ അവരവരുടെ റോൾ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാനായിട്ട് ശ്രമിക്കുക. മൊബൈൽ ഫോൺ അതുപോലെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മ്യൂട്ടാക്കി വെക്കുക. എപ്പോഴും മ്യൂട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. താങ്കൾ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലാത്ത സമയത്ത് മ്യൂട്ടിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് മോഡറേറ്റർ യോഗത്തിൽ ചേരുന്നവരെ മ്യൂട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കേണ്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചാറ്റ് ഉപയോഗിക്കുക. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ബെസ്റ്റ് വിഷസും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം ചാറ്റിലൂടെ നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. വീഡിയോ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക. വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും മാറ്റാനായി ശ്രമിക്കുക. ചോദ്യോത്തരവേള സമയത്ത് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക. ആ സമയത്ത് ഒന്നുകിൽ ചാറ്റിലൂടെ ചോദ്യം എന്താണെന്ന് പറയുക, എന്നല്ലെങ്കിൽ കൈ പൊക്കുക. ആ സമയത്ത് മോഡറേറ്റർമാർ അവർക്ക് അവസരം നൽകി അവരുടെ ചോദ്യത്തിന് ഉത്തരം പാനലിസ്റ്റിലൂടെ നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസ യോഗം തന്നെ ആശംസിക്കുകയാണ്. അടുത്തതായി ഞാനൊരു വിശിഷ്ട വ്യക്തിയെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എല്ലാവർക്കും അറിയാം, ഒരു പരിചയം ആവശ്യമില്ല എങ്കിലും നമ്മുടെ പ്രിയങ്കരനായ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ അധ്യക്ഷനായ DTM റാഷിദ് അലി സർ സ്വദേശം അടൂർ പത്തനംതിട്ടയിലാണ്. 21 വർഷമായി ടോസ്റ്റ് മാസ്റ്റേഴ്സ് നേതൃത്വ പദവിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ക്ലബ്ബുകളുടെ പ്രസിഡന്റും അതുപോലെ ജില്ലാതലത്തിലൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ജിദ്ദ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ ഫൗണ്ടിംഗ് സ്ഥാപക പ്രസിഡന്റാണ്. ലോകത്തിലെ ആദ്യത്തെ മലയാളം ക്ലബ്ബ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്മ്യൂണിറ്റി ക്ലബ്സിലൊക്കെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ജില്ല 79ൻ്റെ PR മാനേജറായിരുന്നു. ഡിസ്ട്രിക്റ്റ് 79ൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ മാർക്കറ്റിംഗ്, പഴയ ടേമാണ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. ഡിസ്ട്രിക്റ്റ് 79 PQ പ്രോഗ്രാം ക്വാളിറ്റി ഡയറക്ടറായിരുന്നു. ഡിസ്ട്രിക്റ്റ് 104ൻ്റെ ഡയറക്ടറായിരുന്നു. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ വൈസ് പ്രസിഡന്റായി ജോലി ചെയ്യുന്നു. നമുക്ക് നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം DTM റാഷിദ് അലി സാറിനെ ഒരു സ്വാഗത പ്രസംഗത്തിലേക്കായി. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. കാണാം, കേൾക്കാം. നല്ലൊരു ഇൻട്രഡക്ഷൻ, വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. ഇവിടെ നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ചീഫ് കോർഡിനേറ്ററാണ് ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. അതുപോലെ നമ്മളുടെ ഇന്നത്തെ പരിപാടിയിലെ പാനലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഡയറക്ടർ, ഡിസ്ട്രിക്ട് 116ന്റെ ഡയറക്ടർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മൻസൂർ മൊയ്തീൻ സാർ. പാസ്റ്റ് ഡിസ്ട്രിക്ട് 121ന്റെ ഡയറക്ടറും നമ്മുടെ പാനലിസ്റ്റുമായ ദീപ സുരേന്ദ്രൻ DTM. അതുപോലെ നമ്മളുടെ അടുത്ത പാനലിസ്റ്റായ പാസ്റ്റ് ഡിവിഷൻ ഡയറക്ടറാണ് ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് 21ന്റെ ടോസ്റ്റ് മാസ്റ്റർ മോഹനചന്ദ്രൻ. അതുപോലെ നമ്മളുടെ ഇന്നത്തെ മോഡറേറ്റർ ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീർ. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മളുടെ ഇന്നത്തെ മോഡൽ പ്രസന്റർ ടോസ്റ്റ് മാസ്റ്റർ നുഫൈസ. എൻ്റെ പ്രിയങ്കരായ എല്ലാ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കൾക്കും മറ്റെല്ലാ അതിഥികൾക്കും ഈ വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഈ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഹാർദവമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പല ക്ലബുകളിലും നമ്മൾ കാണുന്നത് മീറ്റിങ്ങിൽ പല മീറ്റിങ്ങുകൾക്കകത്ത് നമുക്ക് എങ്ങനെ നമ്മളുടെ മീറ്റിങ്ങിനെ നല്ലതാക്കാം. അത് കാരണം നല്ലതെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ മീറ്റിംഗ് എത്രയും നല്ലതായിട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ പറ്റുമോ, ആൾക്കാർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചാണ് ക്ലബിന്റെ ഗ്രോത്തും ക്ലബിനകത്ത് മെമ്പേഴ്സ് വരികയും അതുപോലെ കൂടുതൽ ക്ലബ്ബുകൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ആ ക്ലബിന്റെ മീറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. വേൾഡ് മലയാളത്തിൽ നമ്മൾ കോർ കമ്മിറ്റി ഇതിനെ കുറിച്ച് ആലോചിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അന്നേരമാണ് നമുക്ക് തോന്നിയത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതായിരിക്കും. അതനുസരിച്ചാണ് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ നുഫൈദ ടോസ്റ്റ് മാസ്റ്റർ പല ക്ലബുകളിലും ചെയ്തിട്ടുള്ളതാണ് ഖത്തറിൽ. അപ്പം നമ്മൾ ടോസ്റ്റ് മാസ്റ്ററുടെ സേവനം ചോദിച്ചു, നല്ലപോലെ ചെയ്യാമെന്ന് താല്പര്യപ്പെട്ടു. അത് കാരണമാണ്. അതുപോലെ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നമ്മുടെ ഈ പറഞ്ഞ ടോസ്റ്റ് മാസ്റ്റർ ദേവാനന്ദ് നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ്. ഏത് സമയത്തും അത്യാവശ്യ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഓണത്തിന്റെ പരിപാടിക്കും എല്ലാം സഹായിച്ച വ്യക്തിയാണ്.
അതുപോലെ ഡിസ്ട്രിക്ട് 116 നന്ദി പറയുന്നു. ഡിസ്ട്രിക്ട് 116ന്റെ സൂം പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരെയും ഹാർദവമായി ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്തുകൊണ്ടത് താങ്കളിലേക്ക്, കാരണം നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ്, അടുത്ത താങ്കളിലേക്ക് തിരിച്ച് ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. വളരെ നന്ദി DTM റാഷിദ് അലി സാർ, താങ്കളുടെ ആ സ്വാഗത പ്രസംഗത്തിനും അതുപോലെ ഇന്നത്തെ യോഗത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞതിന് വളരെയധികം നന്ദി. അടുത്തതായി നമുക്ക് വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഖത്തറിലെ FCC വനിതാ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്. അവരുടെ ഒരു പ്രമുഖ അംഗം ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ പരിപാടിയായിട്ട് മുന്നോട്ട് വരുന്നു. പുതിയ മുഖം അവതരിപ്പിക്കുന്നത് സുഫൈസ, ടോസ്റ്റ് മാസ്റ്റർ സുഫൈസയാണ്. കണ്ണൂരിൽ നിന്നുള്ള വ്യക്തിയാണ്. സുഖപരിധിയുടെ കുമിളകൾ തുറന്ന് സ്വയം അവസരങ്ങൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ച് ഒരു അവസരാന്വേഷി, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ 2016 മുതൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ഉണ്ട്. ഡിവിഷൻ കോൺടെസ്റ്റിൽ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുകയും അതുപോലെ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഏരിയ ഡയറക്ടർ 2019-20 വർഷത്തിൽ, ഡിവിഷൻ B ഡയറക്ടർ 2023-24 എന്നൊക്കെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് നമ്മുടെ ക്ലബ്ബുകളുടെ യോഗങ്ങൾ എങ്ങനെ മികച്ചതാക്കാം എന്നതിനെക്കുറിച്ച് ഒരു പാഠ്യ പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യടിയോടെ നമുക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് നുഫൈസയെ വേദിയിലേക്ക്. ടോസ്റ്റ് മാസ്റ്റർ നുഫൈസ, വേദി താങ്കളിലേക്ക് കൈമാറുന്നു. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. പുതിയ മുഖം എന്ന ഫ്ലയർ കണ്ടപ്പോൾ എന്നെ അറിയുന്ന കുറെ ആൾക്കാർ പറഞ്ഞു ഇത് പഴയ മുഖം തന്നെയാണല്ലോ എന്നുള്ളത്. അന്നത്തെ മീറ്റിംഗിൽ നമുക്ക് റിവീൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ പഴയ മുഖം തന്നെയാണ്, പക്ഷെ കുറെ പുതിയ പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് നുഫൈസ എന്നാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്താണെന്ന് അറിയാം? ആണല്ലോ. എല്ലാവർക്കും വേണ്ടത് ചേഞ്ചാണ്. ചേഞ്ച് ആണ് നമ്മൾ ചേഞ്ച് കൊടുത്താലോ നമുക്ക് ചേഞ്ച് അല്ലെ? നമ്മുടെ നാളത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടല്ലേ? രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു. ജോലിയിലും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാം. നമ്മൾ ചായ കുടിച്ചിരിക്കും, പണിയെടുക്കുന്നവർ പണിയെടുക്കും, അടികൊള്ളുന്നവർ അടികൊള്ളും. ഓക്കെ, അപ്പൊ ആ ഒരു റുട്ടീൻ എല്ലാവർക്കും ഉണ്ട്. ഇതേ ഒരു റുട്ടീനാണ് നമ്മൾ ടോസ്റ്റ് മാസ്റ്റർ മീറ്റിങ്ങിലെങ്കിലോ നമ്മൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആദ്യമേ മുൻകൂട്ടി പറയാൻ പറ്റുകയാണെങ്കിൽ അത് സത്യത്തിൽ നല്ലൊരു മീറ്റിംഗ് ആയിരിക്കും. അല്ലല്ലേ? നമുക്ക് വ്യത്യസ്തത വേണം. എല്ലാവർക്കും വേണ്ടത് ചേഞ്ച് ആണ്. അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് വേണ്ടത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് മീറ്റിംഗ് എങ്ങനെ ക്രിയേറ്റിവിറ്റി, എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് നമ്മൾ എന്താ ആദ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാൻ തയ്യാറായിരിക്കണം. അതിനെന്തൊക്കെയാ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഈ ഡാൻസ് മാസ്റ്റർ വിക്രംജീനെ ഗുരുവായി എടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ മൊഡ്യൂളിലേക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രംജീന്റെ തിമുദ്ര അതായത് നമ്മുടെ തീം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഏതൊരു മീറ്റിങ്ങിനും ഒരു തീം എന്തായാലും ഉണ്ടാവും അല്ലെ? അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഇവിടുത്തെ ഉദാഹരണങ്ങൾ മൊത്തം ടോസ്റ്റ് മാസ്റ്റേഴ്സ് അംഗങ്ങൾ ഓരോരോ ക്ലബുകളിൽ ചെയ്ത് കാണിച്ച ഓരോ ഉദാഹരണങ്ങളാണെന്ന് ഞാൻ ഇവിടെ എടുത്തു പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു സിമ്പിൾ തീം നോക്കാം. മലയാളികൾ എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മഴ എന്നുള്ളത്. അപ്പം ഒരു ടോസ്റ്റ് മാസ്റ്റർ മഴ എന്നൊരു തീം എടുത്തപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ DTM മൻസൂർ മൊയ്തീൻ തന്നെയായിരുന്നു. മഴ എന്നൊരു തീം കൊണ്ടുവന്നപ്പോൾ അംഗങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കുടയൊക്കെ എടുത്തിട്ട് വരാൻ. അങ്ങനെ കുറെ ആൾക്കാർ കുടയൊക്കെ എടുത്തു വന്നു. ചില ആൾക്കാർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ മീറ്റിങ്ങിനെ വ്യത്യസ്തമാക്കാം? മഴന്റെ സൗണ്ട് എഫക്റ്റ് ഇട്ട് കൊടുക്കാം. ആ മീറ്റിങ്ങിൽ ഉടനീളം മഴന്റെ സൗണ്ട് എഫക്ട്സ് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഹരാക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നല്ല ചൂട് കട്ടൻ ചായ, കാപ്പി, മുറുക്കാൻ വേണ്ടി കുറച്ച് വേണമെങ്കിൽ മുറുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് ആ മഴ എന്ന് പറഞ്ഞ തീമിനെ നമ്മൾ വിഷ്വലായിട്ടും ഓഡിയോ പരമായിട്ടും അതേപോലെ തന്നെ ടേസ്റ്റ് പരമായിട്ടും നമ്മൾ ആ തീമിനെ അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ ഐഡിയാസ് പറയുമ്പോൾ ഇതിലും വലിയ ഐഡിയാസ് നിങ്ങളെ മനസ്സിലൊക്കെ വരുന്നുണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് ചാറ്റിലേക്ക് ഇടുക. ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്രദമാകും. അപ്പൊ മഴനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ. ഇനിയിപ്പോ വേറൊരു തീം എടുക്കുകയാണ്,
കല്യാണം. അപ്പൊ ഇതിന് മുന്നേ ഇതേപോലെ ഒരു ടോസ്റ്റ് മാസ്റ്റർ മീറ്റിംഗിൽ മാരേജ് എന്ന് പറഞ്ഞ തീമിൽ അവർ ചെയ്തത് ശരിക്കും കല്യാണ സെറ്റപ്പ് അവിടെ ഇതാക്കി. ആ കല്യാണ മണ്ഡപവും അവിടെ പലരും കല്യാണമൊക്കെ കഴിച്ചു. വേണമെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സിനെയും ഇവാലുവേറ്ററിനെയും കല്യാണം കഴിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് കൊടുക്കുന്ന സ്റ്റൈലിലൊക്കെ നമുക്ക് ആ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കൊണ്ടുവന്ന റോൾ പ്ലേയേഴ്സിനൊക്കെ കല്യാണത്തിന് ഓരോ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല, അങ്ങനെയുള്ള രീതിയിൽ റോൾ പ്ലേയേഴ്സിനൊക്കെ അവരുടെ സ്ക്രിപ്റ്റുകളും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു ക്ലബ്ബ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ബോളിവുഡ് നൈറ്റ് എന്ന് പറഞ്ഞ തീമിലാണ് ചെയ്തത്. ബോളിവുഡ് നൈറ്റിൽ അവർ ബോളിവുഡ് ഡ്രസ്സുകൾ ഇട്ടിട്ട് വന്നു, അവർക്ക് ഇഷ്ടമുള്ള ബോളിവുഡ് താരങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. അതേപോലെ തന്നെ ആ വെന്യൂ മൊത്തം ബോളിവുഡ് സ്റ്റൈലിൽ ഡെക്കറേറ്റ് ചെയ്തു. മറ്റേ സ്റ്റാറും അതേപോലെ തന്നെ ക്യാമറ എന്റെ പിക്ചറൊക്കെ വെച്ചിട്ട്, പിന്നെ അതേപോലെ തന്നെ ബോളിവുഡ് പാട്ടുകൾക്ക് ഡാൻസ് കളിച്ചിട്ടൊക്കെ ബോളിവുഡ് സെറ്റപ്പിലാണ് അവരത് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതാ നമ്മുടെ DTM നിഷ റഷീദ്, നിങ്ങൾക്ക് അറിയുണ്ടാകും, വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് പ്ലേസ് വിന്നർ ആയിരുന്നു. ആള് ഹാലോവിനെ ഒരു ഗോസ്റ്റ് മാസ്റ്റർ ആയിട്ടാണ് വന്നത്. ആള് വന്നപ്പോൾ എന്താ, ഫുൾ ലൈറ്റ് ഒക്കെ ഓഫാക്കി കാൻഡിൽ പിടിച്ചിട്ടായിരുന്നു ആള് വന്നിട്ട് അന്നത്തെ മീറ്റിംഗ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ തീമുകളിൽ നമുക്ക് ഇങ്ങനെ പലതരം വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ എടുക്കുന്നത് എത്ര ചെറിയ തീമാണെങ്കിലും അതിന് നമ്മൾ എന്താക്കുക, ഇങ്ങനെയുള്ള എലമെന്റ്സ് കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു, അല്ലെങ്കിൽ യാത്ര എന്ന് പറഞ്ഞ ഒരു തീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൈലറ്റ് ആയിട്ട് അവിടെ വരാം. റോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് എയർ ഹോസ്റ്റസ്മാരാക്കാം, ബാക്കിയുള്ളവരൊക്കെ ട്രാവലേഴ്സ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെയും ആ തീമിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ അധിക ക്ലബ്ബുകളും ചെയ്യുന്നത് തന്നെയാണ് ഈ കോസ്റ്റ്യൂം തീമിൽ ചെയ്യുന്നത് അല്ലെ. ഓണമാണെങ്കിൽ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന്, ക്രിസ്മസിന്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ ഈദ്, അങ്ങനെ പല പല ഒക്കേഷൻസ് പരമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്നിട്ട് ചെയ്യുന്നതുണ്ടാകാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ തീമിനെ കൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന കളികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മുദ്ര നോക്കാം, ഗൂഢമുദ്ര. ഗൂഢമുദ്ര ഒരു നിഗൂഢമായ മുദ്ര തന്നെയാണ്. നമുക്കറിയാം, നമ്മളൊരു മീറ്റിംഗിൽ വരുമ്പോൾ ഇന്ന് ഞാൻ എന്തായിരിക്കും എന്നുള്ളത്, ഇന്ന് ഞാൻ സ്പീക്കർ ആയിരിക്കുമോ അല്ലെങ്കിൽ എന്താന്ന് ഏത് സെഷനായി ചെയ്യാന്നുള്ളത് എല്ലാവർക്കും മുൻകൂട്ടി അറിയാവുന്നതാണ്. എന്നാൽ ഈ മിസ്റ്ററി ബോക്സ് മീറ്റിംഗിൽ ആർക്കും ആദ്യമേ നമ്മൾ റോള് കൊടുക്കില്ല. എല്ലാവരും എല്ലാ റോളും ചെയ്യാനായി തയ്യാറായിട്ടാണ് വരേണ്ടത്. TMOD സ്ക്രിപ്റ്റ് റെഡി ആയിരിക്കണം, സ്പീക്കർ സ്ക്രിപ്റ്റ് റെഡി ആയിരിക്കണം, GAവൻ റെഡി ആയിരിക്കണം. എല്ലാ റോൾ എടുക്കാനും റെഡിയായി കൊണ്ടുവന്ന് നമ്മൾ സാധാ മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ മുന്നെയോ ആ മീറ്റിംഗ് തുടങ്ങാം. എന്നിട്ട് നമ്മളൊരു ബോക്സിൽ എല്ലാ റോൾ മീറ്റിംഗ്സും ഇടുന്നു. അതിൽ നിന്ന് ഏത് ഇതാണോ നമുക്ക് കിട്ടുന്നത്, ഏത് റോൾ എടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്, ആ റോൾ നമ്മൾ അന്ന് ചെയ്യാന്നുള്ളതാണ്. ഇതിനെ കൂടെ 2 ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിനും തയ്യാറായി വരികയാണ്, നമ്മൾ ഓൺ ദ സ്പോട്ടാണ് എന്നാൽ ചെയ്യുന്നതും. രണ്ടാമത്തെ ഗുണം BPക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. അതായത് എല്ലാവരും എല്ലാ സ്ക്രിപ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത മീറ്റിങ്ങിലൊക്കെ ആൾക്കാരുടെ റോൾ പ്ലേസിന് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് മിസ്റ്ററി ബോക്സ് മീറ്റിംഗ്. നല്ല അടിപൊളിയായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും അത്. ഇനി കണ്ണൂർക്കാരിയായ ഞാൻ ഇതൊരു മുദ്ര മാത്രം പറയുന്നത്, നമ്മൾക്ക് ഇടയ്ക്ക് ഒരു അടിയൊക്കെ വേണം. അപ്പൊ ഇനി കുറച്ച് അടികളിലേക്ക് പോവാം. ഇരുട്ടടി. ഇരുട്ടടി എന്ന് പറയുന്നത് മീറ്റിംഗ് ഇൻ ഡാർക്ക്നെസ് ആണ്. അതായത് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഓൺലൈൻ മീറ്റിംഗിൽ നമ്മൾ എപ്പോഴും കാണുന്ന പ്രശ്നം എന്താണ്, അയ്യോ ഒന്ന് വീഡിയോ ഓണാക്കോ, ആരെയും കണ്ടിട്ട് സംസാരിച്ച രസമായിരുന്നു, അപ്പോഴാണ് സ്പീക്കേഴ്സിന് ഒരു പ്രസന്റ് ചെയ്യാൻ ഇതെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആ സംഭവം മുതലെടുത്തും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മീറ്റിംഗ് ഡാർക്ക്നെസ്. അത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ചെയ്യാം, അതുപോലെ ഓൺലൈൻ ആയിട്ടും ചെയ്യാം. ഈ മീറ്റിംഗിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഇരുട്ടത്ത്, അതായത് ആരും ആരെയും മുഖങ്ങൾ കാണുന്നില്ല. ഈ മീറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ വോക്കൽ വെറൈറ്റിനെ ആയിരിക്കും. പലരും മോണോട്ടോണസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ട്, അതിന് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അത് എങ്ങനെ എൻഹാൻസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മൾ ഈ ഡാർക്ക്നെസ്സിൽ മീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ വോയിസ് വെച്ചിട്ട് എങ്ങനെ ഓഡിയൻസിനെ കയ്യിലെടുക്കാം എന്നുള്ളൊരു ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ സെഷനും കൂടിയാകും. അപ്പൊ പ്യൂർലി വോക്കൽ വെറൈറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടൂളാണ് ഈ മീറ്റിംഗ് ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നെ പിന്നാമ്പുറടി. ഇത് നമുക്കൊന്നും കൂടി ഒന്ന് തലതിരിഞ്ഞ ഒരാളാവണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് റിവേഴ്സ് മീറ്റിംഗ് ആണ് ഇതിനെ പറയുന്നത്. റിവേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ആദ്യം സ്പീക്കേഴ്സ് അവരുടെ പ്രസംഗങ്ങൾ അവതരിപ്പിക്കും, എന്നിട്ടാണ് ഇവാലുവേഷൻ നടക്കുന്നത്.
റിവേഴ്സ് മീറ്റിംഗിൽ എല്ലാം അജണ്ട ബാക്കിൽ നിന്നാണ് പോകാൻ. ഫസ്റ്റ് ഇവാലുവേഷൻ ആയിരിക്കും ഉണ്ടാകുക, അതിനുശേഷമാണ് സ്പീക്കേഴ്സ് അവതരിപ്പിക്കുക. നമ്മൾ വിചാരിക്കും അതെങ്ങനെ ഇപ്പൊ ശരിയാവാന്നുള്ളത്. അതെങ്ങനെ ശരിയാവാന്ന് പറഞ്ഞാൽ, ഒരു ഇവാലുവേറ്റർ വന്നിട്ട്, ഞാൻ അന്ന് പ്രസംഗം അവതരിപ്പിക്കേണ്ട ആളാണ്. ഇവാലുവേറ്റർ വന്നിട്ട് പറയാണ്, ഓക്കെ ഞാൻ പ്രസംഗം അവതരിപ്പിച്ച പോലെയാണല്ലോ പറയാൻ, അനുഫൈസന്റെ ഇതിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ചാലഞ്ച്. ഒരാള് ഞാൻ എങ്ങനെ അവതരിപ്പിക്കും, എന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി പറയുകയാണെങ്കിൽ അവിടെ എന്താ, ഞാൻ ഒരു റുട്ടീനിൽ പോയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവാലുവേറ്റർ പറഞ്ഞതിന് ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റർ ചിന്തിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഓഡിയൻസ് ചിന്തിക്കാത്ത രീതിയിൽ ഞാൻ എന്റെ റോൾ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് റിവേഴ്സ് മീറ്റിംഗിൽ വരുന്ന ഒരു ചാലഞ്ചും അതേപോലെ തന്നെ ഒരു രസം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള മീറ്റിംഗിൽ നമ്മളെ കുറിച്ച് ആൾക്കാർ എന്താണ് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് റിവേഴ്സ് മീറ്റിംഗ്. ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ TMODന്റെ സൈഡിലാണ് പറഞ്ഞത്. ഇനി പൊതുമൂല്യനിർണ്ണയത്തിനെ കുറിച്ച് പറയാം. പൊതുമൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ ഗോഡ് ഫാദർ എഫക്റ്റ് ആണ് അല്ലെ. പ്രത്യേകിച്ച് ബാക്കി ക്ലബിൽ നിന്നുള്ള കുറച്ചും കൂടി മൂത്ത ആൾക്കാരൊക്കെ വന്ന് നിർണ്ണയം നടത്തുമ്പോൾ ഒരു ഇത് തന്നെയാണ്. അപ്പം നമുക്കറിയാം ഗോഡ് ഫാദർ മൂവിയിൽ അവസാനം ഗോഡ് ഫാദർ വരെ മനസ്സലിന് ചിരിച്ചിട്ടുണ്ട്. അപ്പം ഇനി പൊതുമൂല്യനിർണ്ണയത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നേ പറ്റും. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അധിക പേരും പറഞ്ഞത്, അധിക പേരെന്നല്ല, എനിക്കറിയുന്ന ആൾക്കാരും പൊതുമൂല്യം വ്യത്യസ്തമായി ചെയ്ത് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പൊതുമൂല്യനിർണ്ണയം നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതിൽ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ പാനൽ ഓഫ് ഇവാലുവേറ്റേഴ്സിനെ വെക്കാം. നമുക്കറിയാം, നമ്മൾ ചില മെമ്പേഴ്സ്, ചിലർ കണ്ടന്റിൽ ഭയങ്കരമായിരിക്കും, നല്ല അടിപൊളി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ മൂല്യനിർണ്ണയം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്നുണ്ട്. ചില ആൾക്കാർ എന്താ, ബോഡി ലാംഗ്വേജിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. ആള് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും എങ്ങനെ നമ്മൾ ബോഡി ഉപയോഗിക്കണം എന്നുള്ളത്. ചില ആൾക്കാർ ഇതുപോലെ വോക്കൽ വെറൈറ്റിയിലായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ 3 ഇവാലുവേറ്റേഴ്സിനെയാണ് വെക്കാൻ. ഓരോ സ്പീക്കറിനും 3 ഇവാലുവേറ്റർ ഉണ്ടാകും. അതിൽ ഒരു ഇവാലുവേറ്റർ എല്ലാ സ്പീക്കറിന്റെ കണ്ടന്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അടുത്ത ആള് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ. ഓരോ ആൾക്കാർക്കും 1 മിനിറ്റ് ഓരോ സ്പീക്കറിനെ കുറിച്ച് പറയാൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് പുറമെ നമുക്കറിയാം, നമ്മൾ ബേസ് ക്യാമ്പിൽ നമുക്ക് ഇവാലുവേഷൻ ഷീറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു സൈലന്റ് ഇവാലുവേറ്റർ വെക്കാവുന്നതാണ്. അതിന് പുറമെ ഇതുപോലെ പാനൽ ഓഫ് ഇവാലുവേറ്റേഴ്സിനെ വെച്ചിട്ട് പൊതുമൂല്യം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് സ്പീക്കറും ഇവാലുവേറ്ററും തമ്മിലുള്ള ഒരു ഡയലോഗ് പോലത്തെ ഒരു സെഷൻ. നമുക്കറിയാലേ, ചിലപ്പം നമ്മൾ സ്പീക്കർ വിചാരിച്ച രീതിയിലായിരിക്കില്ല അത് ഇവാലുവേറ്റർ വിചാരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇവാലുവേറ്ററിന് മനസ്സിലായിട്ടുണ്ടാവില്ല സ്പീക്കർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളത്. ചിലപ്പോൾ ഇവാലുവേഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ ഇന്നതായിരുന്നു ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്നത് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡയലോഗ് ബേസിൽ ചെയ്യുന്നത്. സ്പീക്കറും ഇവാലുവേറ്ററെയും ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് പറയുന്നത്. ആ സമയത്ത് പോയിട്ട് സ്പീക്കർ പോയിട്ട് ഞാൻ ഇന്നലെ മറ്റേതായതുകൊണ്ടാണ് ഇത് ഏതാണ്ടുന്നത് പഠിക്കേണ്ടത് നമ്മളെ മടിനെ കുറിച്ചല്ല അവിടെ നമ്മൾ സമർത്ഥിച്ചെടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ ആ തീമിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ വരുന്നത് ഓപ്പൺ ഫോർ ആണ്. ഓപ്പൺ ഫോർ എന്ന് പറയുന്നത് ഒരു സ്പീക്കറെ ഓഡിയൻസ് മൊത്തം ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ്. 3 മിനിറ്റ് തന്നെ നമുക്ക് സമയം കൊടുക്കാം. അതിൽ 1.5 മിനിറ്റിൽ ആദ്യം ആ സ്പീക്കറെ കുറിച്ചുള്ള പോസിറ്റീവ് സംഭവങ്ങൾ ഒരു വേർഡിലോ ഒരു സെന്റൻസിലോ മാത്രം ഓഡിയൻസിനെ പറയാൻ വേണ്ടി അനുവദിക്കാം. നമ്മൾ എല്ലാ സൈഡിൽ നിന്നുള്ള വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുള്ള വ്യൂകളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ അടുത്ത 1.5 മിനിറ്റിൽ അവരെ ഇംപ്രൂവ്മെന്റ്സും പറയാൻ വേണ്ടി. അങ്ങനെ ഓപ്പൺ ഫോറം ആക്കിയിട്ടും നമുക്ക് പൊതുമൂല്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ സംഭവം തത്സമയ പ്രഭാഷണം. ഇതിൽ ഈ ജഗതിന്റെ നിൽപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇയാൾ എന്താ ഈ പറയാൻ പോകുന്നത്, എന്താ ചിന്തിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അടിപൊളി ഷോട്ടാണല്ലേ അത്. അതേ സംഭവത്തിലായിരിക്കണം നമ്മളെ ടേബിൾ ടോപ്പിക് സെഷനും. എന്താ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ തത്സമയ പ്രഭാഷണം എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കുന്ന ഉള്ളില് 100, 500, 1000 കണക്കിന് എന്താ പറയണ്ടേ ഐഡിയാസ് ഉണ്ട്. അതിൽ നിന്ന് വളരെ ചുരുക്കം കുറച്ച് ഐഡിയാസ് മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പൊ ഫസ്റ്റ് വരുന്നത് യെസ് ഓർ നോ എന്ന് പറഞ്ഞ സെഷനാണ്. അതായത് യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിഷയം കൊടുക്കാം, അതിനെക്കുറിച്ച് നല്ല വശവും മോശം വശവും രണ്ടും സംസാരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിരിയാണി തിന്നുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ബിരിയാണി തിന്നുന്നതിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. ആദ്യത്തെ 1 മിനിറ്റിൽ അതിനെക്കുറിച്ച് മൊത്തം നല്ലത് സംസാരിക്കുക, രണ്ടാമത്തേൽ നേരെ വിപരീതമായിരിക്കണം സംസാരിക്കേണ്ടത്. അപ്പം സ്വയം ഒരു ഡിബേറ്റിന്റെ 2 വശവും ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. രണ്ടാമത് ജോബ് ഇന്റർവ്യൂ സ്റ്റൈലും നമുക്ക് ചെയ്യാം. കുറെ ആൾക്കാർ വിളിച്ച് ഇരുത്തിക്കൊണ്ട് തന്നെ ഓരോരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലും നമുക്ക് ഇത് ടേബിൾ ടോപ്പിക് സെഷന് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കുറച്ചും കൂടി പ്രൊഫഷണൽ ലൈഫിലും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. പിന്നെ കോർട്ട് റൂം ആയിട്ട് ചെയ്യാം. അതായത് ഒരു നിരപരാധി ഉണ്ടാകും, ഒരു പ്രതിയും വാദ്യമോ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ മാങ്ങക്ക് കല്ലെറിഞ്ഞു, പക്ഷെ നിർഭാഗ്യവശാൽ ആ വീട്ടിലെ ആളെ ജനലിനാണ് കല്ലുകൊണ്ടത്. അപ്പൊ രണ്ടാളെ സൈഡ് വാദിക്കുക എന്നുള്ളതാണ്. രണ്ടാൾക്കും 2 മിനിറ്റ് സമയം കൊടുക്കുക, അവരവരുടെ സൈഡുകൾ വാദിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് പ്രൊഡക്ട്സ്, ഇത് പലരും ചെയ്യുന്നതായിരിക്കും അല്ലെ, പല പല പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, നമുക്ക് ആ പ്രൊഡക്ട്സിനെ സെല്ലയിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒരു സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ അതിനെ സെല്ലയിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണുകൾ കെട്ടിക്കൊണ്ട് ഒരു ബാഗിൽ കുറെ സാധനങ്ങൾ കൊണ്ടുവരാം, കണ്ണ് കെട്ടിക്കൊണ്ട് നമ്മൾ ആ സാധനം എടുക്കുന്നു, തൊട്ടിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. ചിലപ്പം സംസാരിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും, സാധനം എന്തോ ആയിരിക്കും. ഇതൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സ്റ്റോറി അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ സ്റ്റോറി എന്ന് പറയും. അതായത് ആദ്യത്തെ 2 മിനിറ്റിൽ ഞാനൊരു കഥ തുടങ്ങുന്നു, അടുത്ത ആള് വന്ന് ആ കഥ തുടരും, അങ്ങനെ നെക്സ്റ്റ് ആൾക്കാർ ആ കഥ തുടർന്ന് പോവുക എന്നുള്ളതാണ് പാർട്ട് ഓഫ് ദി സ്റ്റോറിയിൽ വരുന്നത്. അപ്പം തുടങ്ങിയത് എവിടെയായിരിക്കും, അവസാനിക്കുന്നത് എവിടെയായിരിക്കും, അവസാനിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ചാലഞ്ച് ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് 4 റാൻഡം വേർഡ്സ്. അതായത് ഒരു ബന്ധവും ഇല്ലാത്ത 4 വാക്കുകൾ കൊടുത്തിട്ട് അതിനെ ബന്ധിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി പറയാം. പിന്നെ പറയുന്നത് ഓഡിയൻസ് അൺഅവെയർ. അത് ഓഡിയൻസിന് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ അറിയാതെ അവര് സംസാരിക്കുന്നു, എന്നിട്ട് ഓഡിയൻസ് അത് പ്രഡിക്റ്റ് ചെയ്യണം എന്തായിരുന്നു ഇയാൾക്ക് കൊടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടോക്കിംഗ് ആണ്. അതായത് നമ്മൾ എപ്പോഴും തത്സമയ പ്രഭാഷണത്തിൽ അധികം നമ്മൾ പ്രത്യേകിച്ച് പുതിയ അംഗങ്ങളും പഴയങ്ങളും നമ്മളിങ്ങനെ സ്റ്റക്കായി പോവുക, സ്പീഡിൽ സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അതിന് പറ്റിയ ടോപ്പിക്കുകൾ കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് അവർക്ക് കൊടുത്ത ടോപ്പിക് എന്തായിരുന്നു വെച്ചാൽ 2 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സദ്യന്റെ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ 2 മിനിറ്റിനുള്ളിൽ ചോറുണ്ടാക്കുന്നത് പറയണം, സാമ്പാർ, അങ്ങനെ എത്ര വിഭവങ്ങളാണോ പറയാൻ പറ്റുന്നത് അത്രയും പറയാന്നുള്ളതാണ്. അപ്പൊ നമ്മളെ തിങ്കിങ് പ്രോസസ്സും സ്പീഡാകും, സംസാരിക്കാനുള്ള ആ സ്പീഡ് ഇതും കിട്ടും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആബ്സ്ട്രസൻസ് ടോപ്പിക് എന്ന് പറയും. അതായത് നമുക്ക് ഒരാളെ കുറിച്ച് നല്ലോണം, നമ്മളെ മെമ്പേഴ്സിനെ കുറിച്ച് നല്ലോണം അറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളെ അറിയാം, അയാൾക്ക് നോൺ വെജ് കണ്ടെടുത്ത് കണ്ടുകൂടാ. അപ്പൊ അയാളോട് നോൺ വെജിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറയാം. ഒരാൾക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണോ താല്പര്യമില്ലാത്തത് ആ സാധനത്തിന് താല്പര്യത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി പറയാന്നുള്ളതാണ്. പിന്നെ ലെമനേഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളെ ലൈഫിൽ കോട്ട് ഉണ്ടല്ലോ അല്ലെ, വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺസ് മേക്ക് ലെമനേഡ് ഔട്ട് ഓഫ് ഇറ്റ്. അതേ സാധനമാണ് ഈ ലെമനേഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ലെമനേഡ് ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം DT മൻസൂർ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാലും വലിയൊരു ബിസിനസ്സുകാരനാണ്. നാളെ താങ്കളുടെ ബിസിനസ് പൊട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ആകെ ഷോക്കാവില്ലേ. അങ്ങനെ നമ്മൾ ലൈഫിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ, അതായത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിനെ എങ്ങനെ ചാലഞ്ച് ചെയ്യും, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ബുക്ക് റിപ്പോർട്ടായിട്ട് ചെയ്യാം. അത് ആ മീറ്റിംഗ് മൊത്തം നമുക്ക് ഒരു ബുക്ക് റീഡിങ് തീമിൽ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ബുക്ക് റിപ്പോർട്ടായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് പലരും അറിയാം, നമ്മൾ പല ബുക്കുകളും തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ മൂലക്കൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സെഷനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ഓരോ ബുക്കുകൾ ഏറ്റെടുക്കുക, അത് വായിച്ചു വരാം, ഈ 2 മിനിറ്റിൽ അതിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു പ്രിവ്യൂ പറയാന്നുള്ളതാണ്. അപ്പം നമ്മളെ മെമ്പേഴ്സ് ആർക്കെങ്കിലും ബുക്കുകളൊക്കെ വായിച്ച് തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് മുന്നിട്ട് വന്ന് അതേ പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പലതും പല ടാസ്കുകളും ആകാം. ചെയ്ത് നമ്മളെപ്പോഴും ആഗ്രഹിച്ച് ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലും ഈ ടേബിൾ ടോപ്പിക് സെഷന് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് UN സ്റ്റൈലിലും വേണമെങ്കിൽ ചെയ്യാം. അത് കൂടുതൽ പൊളിറ്റിക്കൽ വശങ്ങളിൽ പോകാതെ നമുക്ക് നോക്കിക്കൊണ്ട് ഓരോ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് UN സ്റ്റൈലിലും വേണമെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ളതാണ് ഇമോഷൻ സിറ്റുവേഷൻ. അതായത് ഒരു ബൗളില് കുറെ ഇമോഷൻസ് ലൈക്ക് ഹാപ്പിനെസ്, സാഡ്, എക്സൈറ്റഡ്, അങ്ങനെ കുറെ ഇമോഷൻസ്. മറ്റേതില് കുറച്ച് സിറ്റുവേഷൻസ് ലൈക്ക് നമ്മളിപ്പോ സൗദിയിലെ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് പോകുന്നു, ദുബായിലെ ബുർജ് ഖലീഫ കയറുന്നു ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് രണ്ടും എടുക്കുന്നു. മാച്ച് എന്താണ് വരുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വരികയാണെങ്കിൽ നമ്മുടെ ഖത്തറിൽ പറയുകയാണെങ്കിൽ ഖത്തറിലെ ഷെറാട്ടനിലെ ഉമ്മാലി അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ഷെറാട്ടനിലെ ഉമ്മാലി സങ്കടത്തോടെ കഴിക്കുന്നു. അത് അതിനെ കുറിച്ച് പറയാൻ. അപ്പൊ വ്യത്യസ്തമായ സിറ്റുവേഷനും ഇമോഷനും വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ടേബിൾ ടോപ്പിക്സിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അൺയൂഷ്വൽ വേർഡ്സ്, ഫ്രേസസ്, പിക്ചേഴ്സ്. അതായത് ഈ പുരാതന കാലത്തെ പിക്ചറുകൾ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മോണ്യുമെന്റ്സ്, നമുക്ക് ഒറ്റ ഇതിൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ ഇപ്പോഴത്തെ പല കണ്ടംപററി എന്താ പറയുക ആർട്ടും അങ്ങനെയാണല്ലേ, നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല, ഒരു കുത്തും കുറെ വരച്ചുകൂട്ടിയിട്ടൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കാണിക്കുക. നമ്മൾക്ക് എന്താണോ ഇത് കാണുമ്പോൾ തോന്നുന്നത് അത് പറയാ. ലാസ്റ്റ് ടേബിൾ ടോപ്പിക് മാസ്റ്റർ പറയാണ് ഈ പിക്ചർ എന്താണ് ശരിക്കും പറഞ്ഞതിനാൽ എന്നുള്ളത്. അപ്പം അതിലൂടെ നമുക്ക് ചരിത്രം, അതുപോലെ തന്നെ ആർട്ടിന്റെ ഒക്കെ പിറകിലുള്ള ഇത്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രേസസ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മലയാളത്തിൽ കുറെ കടിച്ചാ പൊട്ട കിട്ടാത്ത കുറെ പ്രയോഗങ്ങളും വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചും കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് അൺയൂഷ്വൽ വേർഡ്സും ഫ്രേസസും പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്ര കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. വളരെ നന്ദി എല്ലാവരോടും. ഞാൻ ഭയങ്കര സമയം പാലിച്ചു, ഗ്രീനിൽ തന്നെ നിർത്തിയിരിക്കുന്നു. അപ്പം ഇനിയും കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇതിലും വലിയ വലിയ ഐഡിയാസ് ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. കുറച്ച് ഐഡിയാസ് മാത്രം നിങ്ങൾ മനസ്സിലിട്ട് തന്നിട്ടുള്ളത്. ഇതിലും വലിയ ഐഡിയാസ് ഒക്കെ വന്നവരൊക്കെ ചാറ്റിൽ അതെന്തായാലും അറിയിക്കാം, ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഇനിയുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ഒരു റോൾ എടുക്കുമ്പോൾ ആസ് എ ടോസ്റ്റ് മാസ്റ്റർ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഞാൻ ഇന്ന മീറ്റിങ്ങിൽ ഇന്ന് റോൾ ചെയ്തത് ഒരിക്കലും എൻ്റെ മെമ്പേഴ്സ് മറക്കില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ റോളും മെമ്പേഴ്സ് മറക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ, ഓരോ അംഗവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് അടിപൊളി മീറ്റിംഗ് ആയി മാറും. ഗസ്റ്റുകളൊക്കെ ക്യൂ നിന്ന് മെമ്പേഴ്സൊക്കെ എപ്പോഴും വരുന്ന മീറ്റിംഗ് ആയി മാറും. അത് തന്നെയാണ് നമ്മൾ ടോസ്റ്റ് മാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് ഇവിടെയും ചെയ്യുക എന്നുള്ളതല്ല, ഇവിടുന്ന് വ്യത്യസ്തമായി ചെയ്ത് പലതും പഠിച്ച് ആ ക്രിയേറ്റിവിറ്റി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം. മറ്റ് സ്ഥലങ്ങളിൽ വളരാൻ വേണ്ടി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഒരു കാറ്റലിസ്റ്റായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരിച്ച് ടോസ്റ്റ് മാസ്റ്റർ സുനിലിലേക്ക്. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ നുഫൈസ. ഒരു പുതിയ മുഖം തന്നെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു കൈയടി തന്നെ കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മീറ്റിങ്ങിനെ മികച്ചതാക്കാന്നുള്ള ഐഡിയാസിനെ കുറിച്ച് കേൾക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം താങ്കൾ ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന എല്ലാവർക്കും അതൊരു ആവേശം നിറഞ്ഞ ഒരു പാഠ്യ പരിപാടി തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. എന്തായാലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും, അത് പിന്നീട് നമുക്ക് ചോദ്യോത്തര വേളയിൽ ഉപയോഗിക്കാം. വളരെ നന്ദി ഒരിക്കൽ കൂടി. അടുത്തതായി നമ്മൾ പാനൽ ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഒരു പാനൽ ചർച്ചയിലൂടെ നമുക്ക് നമ്മുടെ യോഗങ്ങളെല്ലാം എങ്ങനെ മികവുറ്റതാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടൊരു വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റേഴ്സ് വേദികളിലെ വിശിഷ്ട വ്യക്തികൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പാനൽ ചർച്ച അവതരിപ്പിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീറാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നുള്ള ടോസ്റ്റ് മാസ്റ്ററാണ്. ജുബൈൽ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻറ്റും ഒരു പാഷനേറ്റ് ടോസ്റ്റ് മാസ്റ്ററും കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഏരിയ 63 ഡയറക്ടർ ഡിസ്ട്രിക്ട് 79 ആയിട്ട് പദവി വഹിക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടിയോടെ തന്നെ ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീറിനെ പാനൽ ചർച്ച ആരംഭിക്കാനായിട്ട് സ്വാഗതം ചെയ്യാം. വേദി താങ്കളിലേക്ക് കൈമാറും.
വളരെയധികം നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്, കേൾക്കാം, താങ്കളെ കാണുവാൻ സാധിക്കും. ടോസ്റ്റ് മാസ്റ്റർ സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകളുടെ ഹൃദയ നാഡി എന്ന് തന്നെയാണ് നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ യോഗങ്ങളെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കണ്ടെത്തിക്കൊണ്ടാണ് നമ്മുടെ നേതാക്കൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ചർച്ച, പാനൽ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സമയം കുറഞ്ഞതാണെങ്കിൽ പോലും വളരെ ആശാവത്തായിട്ടുള്ള ചർച്ചകൾ ഇതിൽ നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പാനൽ ചർച്ച അര മണിക്കൂർ നീണ്ടു നിൽക്കും. അതിനുശേഷം 10 മിനിറ്റ് ചോദ്യോത്തര വേള ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മുടെ മെസ്സേജുകളായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പാനൽ ചർച്ച വളരെ മനോഹരമാക്കാം എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് നമുക്ക് പാനൽ ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ പാനൽ ചർച്ചയിൽ ലോക ടോസ്റ്റ് മാസ്റ്ററിന്റെ വേദിയിൽ മികച്ച് നിൽക്കുന്ന 4 അംഗങ്ങളെയാണ് നമുക്ക് ഇവിടെ പാനലിസ്റ്റുകളായി ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാനലിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ചർച്ചയിൽ പാനൽ അംഗമായി ആദ്യം ഞാൻ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ മൻസൂർ മൊയ്തീൻ അവർകളെയാണ്. അദ്ദേഹം മുൻ ഡിസ്ട്രിക്ട് 116 ഡയറക്ടർ കൂടിയാണ്, ഒരു സംരംഭകൻ, കൂടാതെ ആമസോൺ ബെസ്റ്റ് സെല്ലർ ആയ ഡീകോഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന നിലയിലെല്ലാം നമുക്ക് ഏറെ സുപരിചിതനാണ് അദ്ദേഹം. ഇന്നത്തെ പാനൽ ചർച്ചയ്ക്ക് ശക്തമായ തുടക്കം നൽകാൻ നമ്മോടൊപ്പം കൂടിച്ചേർന്ന് മൻസൂർ മൊയ്തീൻ DTMനെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്നത്തെ പാനലിൽ നമ്മളോടൊപ്പം ചേരുന്നത് വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ MS മോഹനചന്ദ്രൻ. 2017 മുതൽ ടോസ്റ്റ് മാസ്റ്ററായ അദ്ദേഹം ഡിസ്ട്രിക്ട് 121 ഡിവിഷൻ G മുൻ ഡയറക്ടർ കൂടിയാണ്. ലോക മലയാളം അവലോകന മത്സരത്തിലെ മുൻ ചാമ്പ്യൻ, ലോക മലയാളം അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിലെ മുൻ റണ്ണറപ്പ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനാണ് അദ്ദേഹം. നിലവിൽ കേരള സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തെ ഹാർദവമായി നമുക്ക് ക്ഷണിക്കാം. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പാനലിസ്റ്റ് കൂടിയായ ടോസ്റ്റ് മാസ്റ്റർ, വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ ദീപ സുരേന്ദ്രനെയാണ്. 2013 ടോസ്റ്റ് മാസ്റ്റർ ജൈത്രയാത്ര ആരംഭിച്ച DTM ദീപ സുരേന്ദ്രൻ നിലവിൽ ലോക ടോസ്റ്റ് മാസ്റ്റർ പ്രചരണ വിഭാഗം അധ്യക്ഷ കൂടിയാണ്. 2003-2004 കാലയളവിൽ ലോകത്തിലെ തന്നെ 1ാം സ്ഥാനത്തെത്തിയ ഡിസ്ട്രിക്ട് 127 നയിച്ചിരുന്ന ഡയറക്ടർ കൂടിയാണ് DTM ദീപ സുരേന്ദ്രൻ. ഡിവിഷൻ F ഡയറക്ടർ, ഡിസ്ട്രിക്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ടോസ്റ്റ് മാസ്റ്റർ, ഔട്ട്സ്റ്റാൻഡിംഗ് ഡിവിഷൻ ഡയറക്ടർ തുടങ്ങി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എഴുത്തുകാരി, ഗവേഷക എന്നീ നിലയിൽ പ്രശസ്തയായ ദീപ സുരേന്ദ്രൻ ഓഡിറ്റർ കൂടിയാണ്. ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു DTM ദീപ സുരേന്ദ്രൻ. അടുത്തതായി ഇന്നത്തെ പാനലിലെ അംഗമായി നമുക്ക് സ്വാഗതം ചെയ്യുന്നത് വിശിഷ്ട ടോസ്റ്റ് മാസ്റ്റർ റഷീദ് അലി DTM ആണ്. കഴിഞ്ഞ 23 വർഷത്തെ ടോസ്റ്റ് മാസ്റ്റർ നേതൃപരിചയമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ലോകത്തിലെ ആദ്യ മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബായ ജിദ്ദ മലയാളം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ്. കോർപ്പറേറ്റ് കമ്മ്യൂണിറ്റി പല ക്ലബ്ബുകളിലും പ്രസിഡന്റായും മറ്റ് പല മുൻ PR മാനേജർ അങ്ങനെയുള്ള പല പദവികളും വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി പാർട്ട്ണർ കമ്പനിയിൽ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്നു. ദയവായി DTM റാഷിദ് അലി സാഹിബിന് ഒരു ഊഷ്മളമായ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം.
പാനൽ ചർച്ചയിലോട്ട് കടക്കാം. ഇന്നത്തെ പാനൽ ചർച്ചയിൽ ഓരോ ചോദ്യങ്ങൾ ഞാൻ പാനലിസ്റ്റുകളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ലഭിച്ച ക്വസ്റ്റ്യനുകളെല്ലാം നമ്മളുടെ ടോസ്റ്റ് മാസ്റ്റർ രംഗത്തുള്ള പലരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ച ക്വസ്റ്റ്യനുകളാണ്. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടോസ്റ്റ് മാസ്റ്റർ മൻസൂർ മൊയ്തീൻ DTMനോടാണ്. നമ്മുടെ യോഗങ്ങൾ എന്നുള്ളത് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബുകളുടെ ഒരു ഹൃദയ നാഡിയാണല്ലോ. ഉത്സാഹവും സഹകരണവും നിറഞ്ഞ ഒരു യോഗാന്തരീക്ഷം സൃഷ്ടിക്കാൻ അംഗങ്ങളും ഭാരവാഹികളും പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് വിശദീകരിക്കാം. നന്ദി ശ്രീ നജീബ്. ആദ്യം തന്നെ നുഫൈസറോട് വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം ഒരു സംശയത്തോട് തുടങ്ങാം. നുഫൈസ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. എനിക്ക് എപ്പോഴുള്ള സംശയമാണ്. ഞാൻ എൻ്റെ ഈ സിസ്റ്റത്തിൽ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ തന്നെ ഒരുവിധം മുക്കാൽ കഷണ്ടിയാണ് ഞാൻ. ആ കഷണ്ടി മാത്രം വളരെയധികം തെളിഞ്ഞു കാണുന്നു. അതിൻ്റെ ഒരു സംശയം നിവാരണം എനിക്ക് പിന്നെ തന്നാൽ മതി. നുഫൈസിൻ്റെ ഇപ്പോൾ സലീം കുമാറിനെ വെച്ച് തുടങ്ങിയുകൊണ്ട് ഞാൻ സലീം കുമാറിനെ വെച്ച് തന്നെ തുടങ്ങാം. സലീം കുമാറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു സംഭാഷണമുണ്ട്. അങ്ങനെ പടക്കക്കഥ ഹുദാഗവ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെയുള്ള പറയാനുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം നുഫൈസ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു യോഗം, ക്ലബ്ബുകളുടെ യോഗമാണ് ഏറ്റവും ഒരു ഹൃദയമെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മോഡറേറ്റർ ചോദിച്ച പോലെ. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും 23 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മുടെ പലപ്പോഴും ഞാൻ കണ്ട ഒരു കാര്യം, ഒരു ക്ലബിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഹൃദയമെടുപ്പ് എന്ന് പറയുന്നത് യോഗങ്ങൾ തന്നെ. പക്ഷെ ആ യോഗങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായി നല്ല രീതിയിൽ നടത്തണമെങ്കിൽ പലപ്പോഴും അത് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ അധ്യക്ഷന്റെയും വെറും ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി ഡേയും അല്ലെങ്കിൽ VP എഡ്യൂക്കേഷന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് എപ്പോഴും ചുരുങ്ങാറുണ്ട്. അത് മാറ്റി കംപ്ലീറ്റ് എക്സ്കോമിനെയും നമ്മളെ മെമ്പേഴ്സിനെ, അംഗങ്ങളെ ഒന്ന് ഒരു ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി നോക്കും. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് സമയപാലനം വളരെ നിർബന്ധമാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ലബ്ബുകളിലൊക്കെ. ഇപ്പം എന്നൊക്കെ ജനറൽ വാലുമായിട്ട് പൊതുമൂല്യകർത്താവായിട്ട് വിളിക്കുമ്പോഴും ഇപ്പോൾ 7 മണിക്ക് യോഗമാണ്, 6:30 അവിടെ എത്തുക എന്ന് പറഞ്ഞ് ഞാൻ 6:25 എത്തിക്കഴിഞ്ഞാലും 6:50 6:55 പലപ്പോഴും അധ്യക്ഷനും ടോസ്റ്റ് മാസ്റ്ററും ഇതിലേക്ക് ഓടിക്കത്തിച്ച് കയറി വരുന്നത്. അപ്പം അവിടെ വരുന്ന അതിഥികൾക്ക് പോലും തോന്നും ഇത് എന്തുകൊണ്ടായിരിക്കും. അപ്പം ഈ 2 കാര്യങ്ങൾ, അതായത് എല്ലാവരും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതും ക്ലബ് ഓഫീസിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. മറ്റു കാര്യങ്ങൾ വളരെ നുഫൈസ് പറഞ്ഞു വളരെ ക്രിയേറ്റീവായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് മീറ്റിംഗ് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഈ 1-2 കാര്യങ്ങൾ സമയപാലനം വളരെ വളരെ നിർബന്ധമാണ്. പിന്നെ ഇപ്പൊ ഈ തീം മീറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞു, അവിടെ പോസിറ്റീവ് എനർജി പൊതുവെ കാണാറുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മീറ്റിങ്ങും എല്ലാ യോഗങ്ങളും വളരെ ലൈവായിട്ട് നിർത്തുക. ഇത് പിന്നെ ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി ഡേ ആണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്നവരുടെയൊക്കെ എനർജി ലെവൽ ലോ ആയി കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അടുത്ത യോഗത്തിന് വരാനുള്ള ഇൻട്രസ്റ്റ് പോലും പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മുടെ യോഗത്തിന്റെ കാര്യങ്ങൾ പിന്നെ അജണ്ടയൊക്കെ വളരെ നേരത്തെ, അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ച മുമ്പൊക്കെ 2 ആഴ്ച മുമ്പ്, അത് വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നേരത്തെ തന്നെ സർക്കുലേറ്റ് ചെയ്യാം, റിമൈൻഡേഴ്സ് അയക്കുക. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു യോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പിന്നെ നടക്കുന്നു. പിന്നെ കാര്യത്തിൽ തയ്യാറെടുപ്പ്, ചില ആളുകളൊക്കെ തന്നെ കാണാറുണ്ട് വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കാമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ റോൾ പ്ലേയേഴ്സ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറി എല്ലാവരും, കാരണം കേൾക്കുന്നവർക്ക് ഒരു സന്തോഷമുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കാതുകൾക്ക് ഇമ്പമുള്ളതാവണം. നമ്മൾ കാഴ്ചയിൽ മാത്രം പോരാ, കാതുകൾക്ക് ഇമ്പമുള്ളവർ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കും. പിന്നെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നത്, നമ്മളൊരു വിജയകരമായ നല്ലൊരു യോഗം എന്ന് പറയുന്ന ഒരാളുടെ മാത്രമല്ല, 2 പേരെ മാത്രം കഴിവല്ല, മറിച്ച് എല്ലാവരും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ആക്കുകയാണെങ്കിൽ യോഗങ്ങൾ വളരെ വിജയകരമായ കാര്യമായി നടക്കും എന്നെനിക്ക് തോന്നുന്നു. നന്ദി. ഇനി നജീബിലേക്ക്. വളരെയധികം നന്ദി ടോസ്റ്റ് മാസ്റ്റർ മൻസൂർ മൊയ്തീൻ, വളരെ ക്രിയാത്മകമായ രീതിയിൽ സംസാരിച്ചതിന്. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് DTM മോഹനചന്ദ്രൻ DTMനോടാണ്. നമുക്ക് ക്ലബ്ബ് മീറ്റിങ്ങുകളുടെ എണ്ണത്തിൽ പലപ്പോഴും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഒരു മാസം എത്ര മീറ്റിങ്ങുകളാണ് നമുക്ക് നടത്തേണ്ടത്? അപ്പോൾ അങ്ങനെ മീറ്റിങ്ങുകളുടെ എണ്ണം എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഏത് രീതിയിൽ എത്ര മീറ്റിങ്ങുകൾ നടത്തിയാൽ നന്നാവും എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ?
വളരെ നന്ദി താങ്കളുടെ ചോദ്യത്തിന്. ഈ മീറ്റിങ്ങുകളുടെ എണ്ണം അത് പൊതുവെ ലോകമെമ്പാടും ഉള്ള ടോസ്റ്റ് മാസ്റ്റർമാര് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. എത്ര മീറ്റിംഗ് നടത്തണം, ഒരു വർഷത്തിൽ എത്ര മീറ്റിംഗ് നടത്തണം, വർഷത്തിൽ ഒരു മീറ്റിംഗ് മതിയോ, അതോ മാസത്തിൽ ഒരു മീറ്റിംഗ് ആണോ, അത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു മീറ്റിംഗ് ആണോ, അതോ ആഴ്ചതോറും മീറ്റിംഗ് തന്നോ, ആഴ്ചയിൽ 2 മീറ്റിംഗ് നടക്കണോ എന്നൊക്കെയുള്ള ചിന്ത ലോകമെമ്പാടുമുണ്ട്. അപ്പൊ അതില് നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ വർഷം വായിച്ച ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊന്ന് 12 വീക്ക് ഇയർ എന്ന് പറഞ്ഞ് ബ്രയാൻ പി മൊറൻ എന്ന് പറയുന്നൊരു മദാമ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. ഞാനതെല്ലാവരും വായിക്കുന്നതിന് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. വളരെ ഗംഭീരമായ ഒരു പുസ്തകമാണ് 12 വീക്ക് ഇയർ. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ ഒരു വർഷത്തിൽ ആദ്യം എടുക്കുന്ന ഒരു വർഷത്തിലൊരു കാര്യം ചെയ്യാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പലതും എടുക്കും. അതിങ്ങനെ ആളുകൾ വർഷാവസാനം എത്തുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നടക്കാതെ പോകും. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സമയത്തിന്റെ പാർക്കിൻസൺസ് നിയമം എന്ന് പറയും. ഒരു ജോലിക്ക് സമയത്തിനനുസരിച്ച് വികസിക്കാൻ കഴിയും. ഒരു വർഷം ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാം. അങ്ങനെ 12 മാസം ചെയ്യേണ്ട കാര്യങ്ങൾ 12 ആഴ്ചയിൽ ചെയ്തു തീർക്കണം എന്നാണ് ബ്രയാൻ മദാമ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മള് നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് കാരണം സമയത്തിന് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ഇനർഷ്യ എന്നൊരു പ്രോസസ് കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ദീർഘകാലാവധിക്കിടയിൽ യോഗങ്ങൾ നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ പോകും. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച 500 ക്ലബിനെ എടുത്തൊരു പഠനം നടത്തുന്നു മനസ്സിലാക്കിയിരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിംഗ് നടത്തുന്നത്, യോഗങ്ങൾ നടത്തുന്നതായിരിക്കും കൂടുതൽ പ്രയോജനപ്രദം എന്നുള്ളതാണ്. മറ്റൊരു വസ്തുത എന്നുള്ളത് മീറ്റിങ്ങുകൾ നടത്തുന്നത് എത്ര സമയം കൊണ്ട് എന്നുള്ളതിലല്ല, ആ മീറ്റിങ്ങുകൾക്കകത്ത് നിന്ന് എത്ര നിമിഷങ്ങൾ, പഠനത്തിന്റെ നിമിഷങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു മീറ്റിങ്ങിന്റെ സവിശേഷതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ മീറ്റിംഗിൽ നിന്ന് നമുക്ക് എത്ര പ്രയോജനം ലഭിച്ചു, എത്ര പഠനാനുഭവം അവിടെ ഉണ്ടായി, എത്ര മൊമെന്റ്സ് ഓഫ് എൻജോയ്മെന്റ്, എത്ര മൊമെന്റ്സ് ഓഫ് ലേണിംഗ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അത് നടക്കുന്നുണ്ടോ എന്നാണ് യോഗങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു കാലികമായ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ യോഗങ്ങൾ നടത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗിയാവുക. ആഴ്ചയിൽ ഒരിക്കൽ യോഗങ്ങൾ നടത്തിയാൽ ക്ലബ്ബുകളുടെ ശക്തി കൂടും എന്നാണ് അതിന്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും മികച്ച ക്ലബ്ബുകൾ ആഴ്ചയിൽ ഒരിക്കൽ യോഗങ്ങൾ നടത്തുന്നവരാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ ആഴ്ചയിൽ ഒരിക്കൽ യോഗങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നാണ്. ക്വാളിറ്റി ഓഫ് മീറ്റിങ്ങിനെ ഉപേക്ഷിച്ച് കൺസിസ്റ്റൻസി ഓഫ് മീറ്റിംഗ്, ഒരാഴ്ചയിൽ ഒരു യോഗം ചേർന്നിരിക്കും എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് സരസമായി ഒരാൾ പറഞ്ഞത് ഈ യോഗങ്ങൾ എത്ര നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷന്റെ ഫോൺ നോക്കിയാൽ അറിയാമെന്നാണ്. വിദ്യാഭ്യാസ ഉപാധ്യക്ഷന്റെ ഫോണിൽ എനിക്ക് റോൾ കിട്ടണം എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട് എങ്കിൽ അത് യോഗങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടത്തണം എന്നുള്ളതിന്റെ ലക്ഷണമാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷന്റെ ഫോൺ ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പോൾ അപ്പോൾ തന്നെ അംഗങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മീറ്റിങ്ങുകൾ കുറച്ചുകൂടെ നീട്ടിയാലും തെറ്റില്ല എന്ന്. അപ്പൊ എത്ര മീറ്റിംഗ് നടത്തുന്നു എന്നുള്ളതല്ല, ആ മീറ്റിംഗിൽ നിന്ന് പഠനാനുഭവം ഉണ്ടാകുന്നോ, ടോസ്റ്റ് മാസ്റ്റർ അംഗങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നോ എന്നുള്ളതാണ് പ്രാധാന്യം. എങ്കിലും ആഴ്ചയിൽ ഒരു യോഗം വെച്ച് നടത്തിയാൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തിരികെ അവതാരകനിലേക്ക്. വളരെയധികം നന്ദി ടോസ്റ്റ് മാസ്റ്റർ മോഹനചന്ദ്രൻ. വളരെയേറെ സരസമായി എന്നാൽ കാര്യത്തിലേക്ക് മനോഹരമായി എത്തി നമുക്ക് ആ കാര്യം പറഞ്ഞു തന്നതിന്. അടുത്തതായി എൻ്റെ ചോദ്യം DTM ദീപ സുരേന്ദ്രനോടാണ്. ഈ അടുത്തായി നമുക്ക് ഈ പാൻഡമിക്കിന്, ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഒരുപാടായി ഓൺലൈൻ മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ധാരാളമായി മീറ്റിങ്ങുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് കൂടുതലായി ഓൺലൈൻ മീറ്റിങ്ങുകളാണോ അതോ നേരിട്ടുള്ള മീറ്റിങ്ങുകളാണോ ഉത്തമം എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. വളരെ നന്ദി. എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? യെസ്, കേൾക്കാം, കാണാം. ഓക്കെ, അതാണ് നമ്മൾ ഓൺലൈനിന്റെ ഒരു മുഖ്യ പരിപാടി അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്റെ അഭിപ്രായത്തില് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് വേണം യോഗങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ മുഖാമുഖമായിട്ട് തന്നെ മീറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങുകൾ ആണ് നടത്തേണ്ടത് അല്ലെ. ഇതല്ലേ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമം. ഈ ഓപ്ഷൻ തന്നെ, ഈ അവസരം തന്നെ നമുക്ക് കിട്ടിയത് കോവിഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പാഠ്യപദ്ധതി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ടോസ്റ്റ് മാസ്റ്റേഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണഗണങ്ങൾ എന്താണ്, അതിൽ എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് എന്ന് ഓരോ അംഗത്തിനും തീരുമാനിക്കാൻ കഴിയും.
ഇപ്പോ സാധാ നിലയിൽ ആദ്യത്തെ പരിചയപ്പെടുത്തല് നമ്മൾ പറയാം ആത്മവിശ്വാസം, നേതൃത്വ പാഠവും ഈ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പാഠ്യപദ്ധതി അനുസരിച്ചിട്ട് എന്നുള്ളത്. എന്നാൽ നമ്മുടെ പാത്വേസ് എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതി അനുസരിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനന്തമജ്ഞാതം അവർണ്ണനീയമായിട്ടുള്ള ഈ ലോകത്തിൽ, ഈ ഭൂലോകത്തിൽ ഇരുന്നിട്ട് ഈ ആരോട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംവദിക്കാനുള്ള ഒരു കഴിവ് ഈ ഓൺലൈൻ മെത്തേഡ് നമുക്ക് തരുന്നുണ്ട്. അതിൽ നമ്മൾക്ക് സ്കിൽ ഡെവലപ്മെന്റ്, അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവരോട് നമുക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഓർമ്മയുണ്ട് 2020 ആദ്യത്താണ് നമ്മൾ ഈ പാൻഡമിക് കാരണം ഓൺലൈൻ മീറ്റിങ്ങുകൾ തുടങ്ങിയത്. അന്ന് എത്ര നമ്മൾ കഷ്ടപ്പെട്ടു ഓരോ മീറ്റിങ്ങുകളും കയറാനും മ്യൂട്ട് ചെയ്യാനും. ഇപ്പോ നമ്മളുടെ IT മാനേജർ ശാലിനി വളരെ എളുപ്പത്തിൽ എല്ലാരെയും മ്യൂട്ട് ചെയ്തു അല്ലെ, ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ. അതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. എത്രയോ സെഷൻസ് നമ്മൾ നടത്തി നമ്മളെ അംഗങ്ങളെയൊക്കെ ഇതില് എന്താണ് സൂം മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഇപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് അതിർത്തികൾക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പോ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ കൊണ്ട് ലോകത്തിരിക്കുന്ന ആരോട് വേണമെങ്കിലും അവരോട് സംവദിക്കാൻ കഴിയും. നമ്മുടെ തൊഴിൽദാതാവ് ചിലപ്പോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയിരിക്കും ഇരിക്കുക. അവരോട് നമുക്ക് ശമ്പളത്തെ കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ, വിലപേശാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത്രയും ദൂരത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ എല്ലാ കഴിവുകളും ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരവാദിത്വം തന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് നമ്മളുടെ കമ്പനിയെ തന്നെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുറെ കഴിവുകൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പൊ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും എന്ന് വേണ്ട എന്തിനും ഏതിനും ഓൺലൈനാണ് ഇപ്പോ നമുക്ക് ഒരു മാർഗം ഉള്ളത്. അപ്പൊ ഓൺലൈൻ മീറ്റിങ്ങുകളെ ഒഴിവാക്കിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല. പ്രത്യേകിച്ചും അത് എന്താണ് മുഖാമുഖം പരിപാടികൾക്ക്, യോഗങ്ങൾക്ക് എത്താൻ കഴിയാത്ത ആൾക്കാർക്ക് ഓൺലൈൻ എന്ന പ്രവർത്തന രീതികൾ കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഗുണം നോക്കുകയാണെങ്കിൽ സമൂഹബോധവും അല്ലെങ്കിൽ ശക്തമായ ബന്ധങ്ങളൊക്കെ മുഖാമുഖം മീറ്റിങ്ങുകളിൽ നിന്ന് നമുക്ക് ഉണ്ട്. ഫാമിലി, ഒരു ഫീൽ ഓഫ് ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ സപ്പോർട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ മുഖാമുഖ മീറ്റിങ്ങുകളിൽ മാത്രം കിട്ടും. പക്ഷെ അതല്ലാത്ത ബാക്കി കുറെ കാര്യങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പോൾ അതൊരു സന്തുലിതമായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് നല്ലതാണ്. എന്നാൽ ഇപ്പൊ നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാവാം. അപ്പൊ സാഹചര്യം അനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. വളരെ നന്ദി. നന്ദി DTM ദീപ സുരേന്ദ്രൻ. രണ്ടിൻ്റെയും പ്രാധാന്യം വ്യത്യസ്തമായി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നതിന്. എൻ്റെ അടുത്ത ചോദ്യം നമ്മുടെ നേതാവ് കൂടിയായ DTM റാഷിദ് അലിയോടാണ്. നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ VP എഡ്യൂക്കേഷനും പ്രസിഡന്റും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അജണ്ട തയ്യാറാക്കുക എന്നുള്ളത്. അത് വളരെ ഒരു കീറാമൂട്ടിയാണ് പലപ്പോഴും. അപ്പോൾ ഈ അജണ്ട തയ്യാറാക്കുമ്പോൾ അത് കൂടുതൽ ക്രിയാത്മകരമാക്കാൻ ക്ലബ് ഭാരവാഹികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് വിശദീകരിക്കണം. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ നജീബ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അജണ്ട ആണല്ലോ നമ്മുടെ മീറ്റിങ്ങിന്റെ, അതായത് അജണ്ടയെ കുറിച്ച് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം മുമ്പ് അജണ്ട വരുന്നത്. നമ്മൾ ചിലപ്പം ചില മീറ്റിംഗ് ചോദിക്കുക അജണ്ട എന്തിയാന്ന് മെമ്പേഴ്സ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? അജണ്ട മീറ്റിങ്ങിന്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇതെല്ലാം എന്താണ്? അജണ്ട ബേസ്ഡ് ആണ്. ഒരു അജണ്ട നല്ല രീതിയിൽ സമയത്ത് നമ്മൾ കൊടുത്താൽ അതിനർത്ഥം ആ മീറ്റിംഗ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മെമ്പേഴ്സിന് സമയത്ത് കിട്ടിയാൽ അവർക്കത് നല്ല രീതിയിൽ റോൾ പ്ലേ ചെയ്യാൻ പറ്റും. അതായത് അജണ്ട സാധാരണ രീതിയിൽ ഇപ്പം നമ്മളെ പറയാറുള്ളത് അജണ്ട കുറഞ്ഞത് 3 മാസം മുമ്പ് പ്ലാൻ ചെയ്യണം. എന്തിനാ? അജണ്ട നമ്മൾ 3 മാസം മുമ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നെ ഇപ്പോൾ അതിനകത്ത് റോൾ പ്ലേയേഴ്സ് എടുക്കുക, എല്ലാവരുടെയും കൊടുത്തതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി പറ്റും. ഉദാഹരണം, നമ്മൾ ആ ക്ലബിൻ്റെ അകത്ത് 20 മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബാണെങ്കിൽ 20 മെമ്പേഴ്സിന് നമ്മളെ റോൾ ഒരു വർഷം അവർക്ക് സ്പീക്കേഴ്സ് കിട്ടണം, അവർക്ക് എല്ലാ റോളിലും അവർ കിട്ടത്തക്ക രീതിയിൽ നമ്മളത് എക്സൽ ഷീറ്റ്, ആക്ച്വലി ഒരു എക്സൽ ഷീറ്റ് റെഡിയാക്കി മെമ്പേഴ്സിന്റെ പേരെഴുതി അതിനകത്ത് ഓരോ അജണ്ട, ഓരോ റോളും എഴുതി, ഓരോ റോളും അവർക്ക് കൊടുക്കുന്ന ഡേറ്റ് എഴുതി, അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് 3 മാസം അഡ്വാൻസ് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മളെ മീറ്റിങ്ങിന്
ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് അതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് ആക്ച്വലി ഏറ്റവും നല്ല പ്രവണത, ഏറ്റവും നല്ല ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീറ്റിംഗിൽ അടുത്ത മീറ്റിംഗിൽ അജണ്ട റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അജണ്ട നല്ല രീതിയിൽ മീറ്റിംഗ് പ്ലാൻ ചെയ്താണ്. അതിനകത്തുള്ള ഗുണം ഒന്നാമത് നമ്മൾ പ്രിപ്പയർ സ്പീക്കേഴ്സിന് അവർക്ക് നല്ലതുപോലെ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ എവാലുവേഷനുള്ള കണക്ഷൻ ചെയ്യാനും എവാലുവേറ്റുള്ള ഇന്ററാക്ഷൻ ചെയ്യാനും ഈ സ്പീക്കേഴ്സിന് അവരുടെ മെന്റേഴ്സുമായിട്ട് നല്ല രീതിയിൽ അവരുടെ സേവനം കിട്ടാനും അജണ്ട ശരിയായ സമയത്ത് നമ്മൾ കൊടുത്ത്. പിന്നെ അതിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം അജണ്ടയ്ക്ക് എത്തിയിരുന്ന സമയം, ആ സമയം അതേ രീതിയിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, മീറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആ സ്പീക്കർക്ക് വേണ്ടിയാണ്, സ്പീക്കേഴ്സിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ മീറ്റിംഗിൽ തയ്യാറാക്കുന്നത്. അവർക്ക് വേണ്ട സപ്പോർട്ടാണ് എവാലുവേഷൻ ആയാലും മറ്റ് റോൾ പ്ലേയേഴ്സ്. അപ്പം ചിലപ്പോൾ നമുക്കാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദ ഡേ അങ്ങോട്ട് കയറി ആ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടി കുറേ സമയം എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ എങ്ങനെ ചെയ്യണം, ആ റോളിനകത്ത് തന്നെ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റും നല്ല രീതിയിൽ മീറ്റിങ്ങിനകത്ത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഏറ്റവും പ്രധാന അജണ്ട നമ്മളൊന്ന് ആലോചിച്ച് കിട്ടുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? അജണ്ട നമ്മൾ സമയത്ത് റിലീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്ലാനിങ് ഉണ്ട്. എല്ലാ മെമ്പേഴ്സും നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ സീനിയർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് കാണും, അവരും നമ്മളെ മെമ്പറാണ്. അവർക്കും നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ എന്താണ് ഹോം ടേക്കിംഗ് ഉള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ രീതിയിൽ അതുപോലെ അജണ്ടയ്ക്കകത്ത് നല്ല രീതിയിൽ അജണ്ട പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നമ്മുടെ മറ്റ് സെമിനാറും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ എന്തായാലും അജണ്ട എത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ട് അജണ്ട ചെയ്യുന്നു ആ രീതിയിൽ നമുക്ക് ആ മീറ്റിംഗിന്റെ ക്വാളിറ്റി കാണാൻ പറ്റും. പിന്നെ എമർജൻസി ആർക്കും പറ്റും. നമ്മൾ പ്ലാൻ ചെയ്ത് ഒരാളുടെ പേരിട്ട് ഒരു സ്പീക്കറായിട്ട് നമ്മൾ 3 മാസം മുമ്പ്, പക്ഷെ ആ സ്പീക്കർ പ്രിപ്പയർ ചെയ്യും. 3 മാസം മുമ്പേ പ്ലാൻ ചെയ്യും, അതിന്റെ ടീം എല്ലാം നോക്കിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം 1 മാസം മുമ്പ് ഒന്നും കൂടെ ഇതായി ഇനി 15 ദിവസം, ആക്ച്വലി ഇവിടെയൊക്കെ നമ്മുടെ സൗദിയിലൊക്കെ കൂടുതൽ 2 ആഴ്ചയിലാണ് ഒരിക്കലാണ് മീറ്റിംഗ് നടത്തുന്നത്. കാരണം മറ്റ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലാണ് നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു 15 ദിവസം മുമ്പ് തന്നെ, അതായത് നമ്മുടെ ഇപ്പൊ ഇന്ന് നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് 2 ആഴ്ച കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ അജണ്ട റിലീസ് ചെയ്യാൻ നോക്കണം അടുത്ത മീറ്റിംഗ്. അപ്പോൾ ആ റോൾ പേഴ്സിന്റെ മാറ്റങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ എമർജൻസി ആർക്കെങ്കിലും വന്നില്ലെങ്കിൽ പോവും. അതുപോലെ നമ്മൾ ബാക്കപ്പ് സ്പീക്കേഴ്സിനെ എല്ലാ റോളിലും നമ്മൾ ബാക്കപ്പിന് ആൾക്കാരെ തയ്യാറാക്കണം, പ്രത്യേകിച്ച് സ്പീക്കേഴ്സിനെ. കാരണം നമുക്ക് റോളും നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ ഉള്ള അജണ്ടയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനിയും ബാക്കി എല്ലാവർക്കും അഭിപ്രായം പറയാം. സത്യത്തില് വളരെ വിലയേറിയ ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആ 3 മാസം മുന്നേയുള്ള അജണ്ട തയ്യാറാക്കി. എന്തായാലും നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റും VP എഡ്യൂക്കേഷനൊക്കെ ഇതൊരു പുതിയ അറിവാവട്ടെ, അവരത് ഫോളോ ചെയ്ത് നല്ല മീറ്റിംഗ് നടത്തട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കാം. നമുക്ക് അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ DTM മൻസൂർ മൊയ്തീനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടോസ്റ്റ് മാസ്റ്റർ പാഠ്യപദ്ധതി, പാത്വേ എന്ന് പറയുന്ന പാഠ്യപദ്ധതി. സത്യത്തിൽ നമ്മൾ പലപ്പോഴും അംഗങ്ങൾ പാഠ്യപദ്ധതി പിന്തുടർന്ന് സ്പീച്ചുകളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറില്ല. പലരും പാഠ്യപദ്ധതി ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ പാഠ്യപദ്ധതിയുമായിട്ട് നോക്കുമ്പോൾ അംഗങ്ങൾ എങ്ങനെയാണ് അതിനെ പിന്തുടരേണ്ടത്, ഏത് നിലയിലാണ് അതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? നന്ദി നജീബ്. ഇനി ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ നുഫൈസ നമ്മുടെ ദാസന്റെയും വിജയന്റെയും ഒരു ചിത്രം കാണിച്ചിരുന്നു. അപ്പൊ അതിൽ ഒന്ന് പിടിച്ചു തുടങ്ങാം. എന്താണ് ദാസൻ നമുക്ക് ഈ എന്താണ് ബുദ്ധി നേരത്തെ തോന്നാത്തതെന്ന് ഞാനിപ്പോൾ നമ്മുടെ ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന് നമ്മളോട് ഞാൻ ഉൾപ്പെടെയുള്ള ടീമിനോട് ചോദിക്കുകയാണ്. കാരണം നുഫൈസയുടെ ഈ ഒരു പ്രസന്റേഷനും ഈ ഒരു നോളജ് ഷെയറിങ്ങും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഇവിടെ അറ്റൻഡ് ചെയ്ത് ഇവിടെ പങ്കെടുക്കുന്നവർക്ക് മാത്രം നമുക്ക് ഓരോരുത്തർക്കും വളരെ വിലയേറിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പൊ ഈ പാത്വേസിനെ കുറിച്ച് നമുക്കറിയാം, ഈ വർഷങ്ങളുടെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ റിസർച്ചിന് ശേഷം തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതിയാണ്. ഇപ്പോഴും അത് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളിപ്പോൾ ഡിസ്ട്രിക്റ്റിലെ കാണാറുണ്ട് എത്ര പേര് പാത്വേസിന് എൻറോൾ ചെയ്തു, എല്ലാ ക്ലബിലും ഇത്ര മെമ്പേഴ്സ് എൻറോൾ ചെയ്തു, പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നു. പക്ഷെ എത്ര പേര് ഫോളോ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി നമ്മളൊരു എണ്ണം എടുക്കാറില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പം ചില ആൾക്കാർ പറയാറുണ്ട് പ്രസംഗികരെ പോലെ അല്ല ഇപ്പോഴത്തെ പ്രാസംഗികർ അത്രത്തോളം ഒരു പ്രൊഫഷണൽ തോന്നുന്നില്ല. അതിൽ ഏറ്റവും വലിയൊരു കാരണം പണ്ട് നമുക്ക് റിട്ടേൺ മാനുവൽസ് ഇരിക്കണം. പണ്ട് കുറച്ചൊരു 10-12 വർഷം മുമ്പ് ടോസ്റ്റ് മാസ്റ്റർ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് നമുക്കറിയാം മാനുവൽ പ്രിന്റഡ് മാനുവൽസ് ഫോളോ ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് നമ്മൾ തന്നെ. ഇപ്പൊ ഈ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല, ഷോക്കിംഗ് ആയത് തോന്നിയത്
ഞാൻ അംഗമായ ഒരു ക്ലബിൽ ഞാൻ ഈ അടുത്ത് ഇവാലുവേറ്റ് എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു സ്പീച്ച് അദ്ദേഹത്തിന്റെ 5ാമത്തെ പ്രസംഗമാണ്. ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ പാത്വേസിലൊക്കെ എപ്പോഴും എൻറോൾ ചെയ്യുക, പിന്നെ ഇത് ചെയ്തു. ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ പ്രസംഗം നിങ്ങൾ ഈ പാത്വേസിന് മുൻപ് പ്രസംഗം അവതരിപ്പിക്കുന്നതിന് മുമ്പും അതിനുശേഷം പിമ്പും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം ഗൂഗിളിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു ഷോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിഗത വളർച്ചക്കുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഈ പാത്വേസ് എന്ന് പറയുന്നത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് തയ്യാറാക്കിയത്. അപ്പൊ അത് നമ്മുടെ ക്ലബിന്റെ വളർച്ചയ്ക്കും ആ അംഗങ്ങളുടെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ പാത്വേസിന്റെ വഴി മാത്രം പ്രസംഗങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. അതിന് വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരെ മെന്റർ. ഞാനിപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. കാരണം ഇത് ഇവിടെയുള്ള വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻസ് ആണെങ്കിലും മറ്റ് അംഗങ്ങളാണെങ്കിലും പ്രസിഡൻസ് ആണെങ്കിലും ഇത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാതെ പ്രസംഗം അവതരിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയാം. അത് വെറും ഒരു അവാർഡ്സിനും അല്ലെങ്കിൽ പിന്നെ DC പോയിന്റ്സിന് വേണ്ടി മാത്രമല്ല. അപ്പം ഒന്ന് ക്ലബിന്റെ വളർച്ചയ്ക്കും നിങ്ങളുടെ പേഴ്സണൽ വളർച്ചയ്ക്കും ഇത് പാത്വേസിന്റെ ഈ ഒരു വ്യക്തിഗത വളർച്ചയ്ക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പാത്വേസിന്റെ അത് ഫോളോ ചെയ്യാന്നുള്ളത്. പിന്നെ നമുക്കറിയാം, നമുക്ക് ആ സ്കിൽ സെറ്റ് നമ്മൾ ഈ പാത്വേസിന്റെ ഓരോ പാത്വേസ് വഴി നമുക്ക് ലഭിക്കുന്ന സ്കിൽ സെറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ്, സ്കിൽ ബിൽഡിങ്ങിനൊക്കെ നമുക്ക് പിന്നെ സഹായകരമാകുന്ന കാര്യമാണ്. പാത്വേസിനെ കുറിച്ച് ഞാൻ ഫുൾ എല്ലാ കാര്യങ്ങളും ഈ 2-3 മിനിറ്റിൽ പറയാൻ കഴിയില്ല. ഞാൻ പറയേണ്ട ഒറ്റ ഒരു കാര്യം ഉള്ളൂ. ഓരോ അംഗങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന അംഗങ്ങൾ, നിങ്ങളൊരു മെന്റർ ആണെങ്കിൽ നിങ്ങളുടെ മെന്റികളോട് നിർബന്ധമായിട്ടും പറയാം. നിങ്ങളൊരു അംഗമാണെങ്കിൽ നിങ്ങളുടെ അംഗങ്ങൾ എല്ലാവരോടും പറയാം, പാത്വേസ് വെറുതെ തമാശ രൂപത്തിൽ പ്രസംഗം അവതരിപ്പിച്ച് പോവാതെ പാത്വേസ് ഫോളോ ചെയ്ത് ആ ഒരു പാഠ്യപദ്ധതി ഫോളോ ചെയ്ത് അതിൽ പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമുള്ളത്. പിന്നെ നമുക്കറിയാം പല ഓപ്ഷൻസ്, പല ലെവൽസ്, പല പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷനിൽ മെന്റർ ചെയ്യേണ്ടത് നമുക്ക് ഓരോ അംഗങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള മോഡ്യൂളിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗദർശനം നൽകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവണം. അത് നമ്മുടെ ക്ലബിലുണ്ടാവണം. അതിനെനിക്ക് ഏറ്റവും കൂടുതലും വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ ഒരിക്കലും എല്ലാ അംഗങ്ങളെ കുറിച്ച് നോക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അതിനാണ് ഈ മെന്റർ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ പറയാം. എനിക്ക് എന്റെ മെന്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ രാജേശ്വർ സുന്ദരേഷൻ, അദ്ദേഹമാണ് എന്റെ മെന്റർ. ഞാൻ എന്ന് പ്രസംഗങ്ങൾ ഞാൻ തയ്യാറാക്കണം, കീനോട്ട് സ്പീച്ച് ചെയ്യാനും പ്രസന്റേഷൻസ് ചെയ്യുകയാണെങ്കിലും ആദ്യം ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തോടത്തും രാജേശ്വർ സുന്ദരേഷനും രണ്ടാമത് ഡിസ്ട്രിക്ട് തായ്ലൻഡ് കൈലായപ്പള്ളി, ഈ 2 പേരോട് ഞാൻ ചോദിക്കും. ഞാൻ എപ്പോഴും ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. ഇത് ബന്ധപ്പെട്ട് മഞ്ഞയും പച്ചയൊന്നും ഇല്ലാണ്ട് നേരെ ചുമപ്പിലേക്കായിരുന്നു സാരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ മെന്ററിനെ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ പാത്വേസിന്റെ അവർ പറയുന്ന ഘടന അനുസരിച്ച് മാത്രം നിങ്ങൾ പ്രസംഗങ്ങൾ തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് ഇവിടെയുള്ള പിന്നെ നുഫൈസിനെക്കാളും ദീപ സുരേന്ദ്രനേക്കാളും മോഹൻ സാറിനേക്കാളും രാഷിദ് സാറിനേക്കാളും ഒക്കെ മികച്ച പുതിയ പ്രാസംഗികരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. നന്ദി ശ്രീ നജീബ് നസീർ. ഞാൻ മറ്റാരും കുറച്ച് കണ്ടതല്ല, നമ്മളെക്കാൾ ഉയരത്തിൽ മറ്റുള്ളവർ എത്തട്ടെ എന്നാണ് സാധാരണ നമ്മളൊരു ടോസ്റ്റ് മാസ്റ്റർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ എന്റെ പേരും കൂടി പറയാം. എന്നെക്കാൾ നല്ലൊരു, ഞാൻ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് എന്റെ പേര് പറഞ്ഞത്, പക്ഷെ അതിനേക്കാൾ നല്ല ആൾക്കാർ പ്രസംഗികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി നജീബ് നസീർ. താങ്ക് യു. ഈ ഒരു അവസാന സൂചിപോലെ എല്ലാരെക്കാട്ടി നല്ലവരാവാൻ നമ്മുടെ അംഗങ്ങൾ ശ്രമിക്കട്ടെ, അങ്ങനെ ഉണ്ടാവട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വളരെയധികം നന്ദി. പിന്നെ സൂചിപ്പിച്ച പോലെ പാത്തു എന്ന് പറയുന്നത് വളരെ ഒരു 2 മിനിറ്റിൽ ചുരുങ്ങി സംസാരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാലും നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നതിന്. എൻ്റെ അടുത്ത ചോദ്യം സത്യത്തിൽ വിലയിരുത്തലുകളോടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ക്ലബിൽ വന്ന് പ്രസംഗം നടത്തുന്നവരുടെ പ്രസംഗങ്ങൾ വിലയിരുത്തുക എന്നുള്ളത്. സത്യത്തിൽ വിലയിരുത്തൽ നടത്തുന്ന ടോസ്റ്റ് മാസ്റ്റർ ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. അത് ചോദിക്കുന്നത് ഞാൻ DTM മോഹനചന്ദ്രനാണ്. അദ്ദേഹം സത്യത്തിൽ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന നമുക്കൊക്കെ യൂട്യൂബിലൊക്കെ വളരെ മാർഗദർശിയായ വീഡിയോകളൊക്കെ നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായതുകൊണ്ട് ഞാൻ കൃത്യമായി ഈ ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നത്. DTM മോഹനചന്ദ്രൻ. നന്ദി ശ്രീ നജീബ് സാർ. ഞാൻ അവലോകനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ഒത്തിരി സമയം വേണമെങ്കിലും അത് ചെറിയൊരു സമയത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ടോസ്റ്റ് മാസ്റ്റർ യോഗത്തിൽ ഒരാൾ ആദ്യം പോകുമ്പോൾ, ഞാൻ ആദ്യം ഒരു ടോസ്റ്റ് മാസ്റ്റർ യോഗത്തിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഈ അവലോകനം നടത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പ്രസംഗം നടത്തുമ്പോൾ അതിൻ്റെ അപ്പോൾ തന്നെ നമുക്ക്
വളരെ പെട്ടെന്ന് നമ്മുടെ പ്രസംഗത്തിന്റെ നല്ല കാര്യങ്ങളും അതോടൊപ്പം അതിൽ പുരോഗമനം വരുത്തേണ്ട കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു സംവിധാനം ടോസ്റ്റ് മാസ്റ്ററിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങളെ ആകർഷിക്കുന്ന, സാധാരണ ജനങ്ങളെ ടോസ്റ്റ് മാസ്റ്ററിലേക്ക് ആകർഷിക്കുന്ന, അങ്ങനെ അദ്ദേഹം ടോസ്റ്റ് മാസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് അവലോകനം. അതൊരു നിസ്സാര കാര്യമല്ല ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അവലോകനത്തിലൂടെ പ്രസംഗത്തിന്റെ മൂർച്ച കൂട്ടുകയും പ്രസംഗത്തിനെ തേച്ച് മിനുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ അവലോകന വിഭാഗത്തിൽ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ശ്രീ മൻസൂർ സാർ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നല്ല വിദ്യാഭ്യാസ പദ്ധതികളിലൊന്നാണ് ഈ പാത്വേസ് അല്ലെങ്കിൽ വഴിത്താര എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സാധാരണ യോഗങ്ങളിൽ അത്രയൊക്കെ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോ പെട്ടെന്നൊരു ഇതിന്റെ ഈ പാത്വേസിലെ പദ്ധതികളോ അതിന്റെ ആ പ്രസംഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഒന്നും തന്നെ വായിച്ചു നോക്കുകയോ മനസ്സിലാക്കുകയോ പ്രസംഗം അവതരിപ്പിക്കുന്നതും അവലോകനം നടത്തുന്നതും. അപ്പൊ എന്താണ് ഈ പദ്ധതികൾ യോജിച്ചു വരുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഒരു DTM ഷിപ്പ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് 45ഓളം പ്രസംഗങ്ങൾ നടത്തേണ്ടി വരും. അപ്പൊ അന്നേരം ഈ പ്രസംഗങ്ങൾ ഞാൻ പുതിയ പദ്ധതിയിലും പഴയ പദ്ധതിയിലും പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ പുതിയ പദ്ധതിയിൽ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞ അതിനകത്തൊരു സാധനം ഉണ്ട്, ഒരു ഷീറ്റ് ഉണ്ട്. അതിന്റെ ആ പ്രോജക്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ ഇവാലുവേഷൻ ഷീറ്റ് നമ്മൾ എടുത്തിട്ട്, നേരത്തെ മെന്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ആ ഇവാലുവേഷൻ ഷീറ്റിൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് മെന്ററുമായി സംസാരിക്കുന്നു. യോഗം തുടങ്ങുന്നതിന് ഇപ്പം ഓൺലൈനിലാണെങ്കിലാണ് ഇത് ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ആളുകൾ ആ രീതിയിൽ സാധാരണ യോഗത്തിലും ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ ഇവാലുവേഷൻ ഷീറ്റ് ഒന്നും ആരും ഇപ്പൊ കൊണ്ട് കൊടുക്കാറില്ല അവലോകകന്. ഒരു പ്രസംഗകന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഇവാലുവേഷൻ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൊണ്ടുപോയി അവലോകകന് കൊടുക്കുക എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് പറയുകയാണ്. അപ്പൊ അവലോകകൻ ആ ഇവാലുവേഷൻ ഷീറ്റിനകത്ത് മാർക്കിങ്സ് നടത്തും, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അതിനകത്ത് എഴുതിയിട്ട് ലാസ്റ്റിൽ അദ്ദേഹം ഒരു ഒപ്പിട്ട് നമുക്ക് തരും. അതൊരു സർട്ടിഫിക്കറ്റ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ 45 എണ്ണവും സൂക്ഷിച്ച് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വഴിത്താരയിലുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് റെക്കോർഡായി കിടക്കും. അപ്പൊ നമ്മുടെ പ്രഭാഷണത്തിൽ ഒരു വായുവിൽ ഇങ്ങനെ ലയിച്ചു പോകാതെ എന്താണ് നമ്മുടെ പ്രഭാഷണത്തിൽ ഉണ്ടായി പോരായ്മ, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം അതെടുത്ത് നോക്കുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ഗുണപ്പെടുന്നത്. അപ്പൊ അവലോകനം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിനകത്ത് നമ്മൾ പലപ്പോഴും പറയും അവലോകകൻ, ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ ഹീസ് നോട്ട് എ ജഡ്ജ്, ഹീസ് ഓൺലി എ ഗൈഡ്. ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ അവലോകകന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അവലോകകന്റെ നിരീക്ഷണങ്ങൾ ഒരു ജഡ്ജായിട്ടല്ല, ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ അവലോകകർക്ക് പ്രത്യേകം നമ്മൾ ജഡ്ജസ് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ യഥാർത്ഥത്തിൽ അവലോകകർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുകയും ഒരല്പം സീനിയർ ആയിട്ടുള്ള ആളുകളെ മത്സരങ്ങളിൽ അവലോകകരാക്കി വെക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവലോകകനെ, ഒരു പ്രസംഗകനെ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൊണ്ട് ഒരു പ്രസംഗകനെ രൂപപ്പെടുത്തിയെടുക്കാനും അതേപോലെ ഒരു പ്രസംഗകനെ നിശബ്ദനാക്കാനും കഴിയാവുന്ന ഒരു ഇരുതലം മൂർച്ചയുള്ള വാളാണ് അവലോകകൻ. അപ്പൊ അവലോകനം എപ്പോഴും ഒരാളുടെ പ്രസംഗശേഷിയെ നിശബ്ദനാക്കുക എന്നുള്ളതല്ല, അയാളെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് അയാളെ ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ മൗൾഡ് ചെയ്യുക, രൂപപ്പെടുത്തുക എന്ന് പറയും. ഒരു പ്രഭാഷകനെ രൂപപ്പെടുത്തുന്നതിൽ, ഒരു നല്ല ടോസ്റ്റ് മാസ്റ്ററെ ഒരു മികച്ച പ്രസംഗകനാക്കി മാറ്റുന്നതിൽ അവലോകകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അവലോകനം വെറുതെ നടത്തേണ്ട ഒന്നല്ല, ഒരു സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ, ഒരു അളവുകോലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രസംഗകനെയും വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകേണ്ട ഒന്നായി സ്വീകരിക്കേണ്ടതാണ് അവലോകനം എന്നുള്ളത്. അതിന് നമ്മുടെ അവലോകകർക്ക് കഴിയട്ടെ. അങ്ങനെ അവലോകനങ്ങളിലൂടെ ടോസ്റ്റ് മാസ്റ്റർ യോഗങ്ങളിലേക്ക് കൂടുതൽ സാധാരണക്കാർ എത്തിച്ചേരട്ടെ എന്നുള്ളതാണ്. ഞാനൊരു ടോസ്റ്റ് മാസ്റ്ററായി മാറിയത് തീർച്ചയായിട്ടും ഈ അവലോകനത്തിന്റെ ശക്തി കണ്ടിട്ടാണ്. അപ്പൊ അത്തരം അവലോകകരെ വളർത്തിയെടുക്കാൻ കൂടുതൽ നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി. വളരെയധികം നന്ദി. സവിശേഷമായ വാചകം, ജഡ്ജ് അല്ല ഒരു ഗൈഡ് ആകുക എന്നുള്ളതാണ്. വളരെയേറെ മഹത്തരമായ ഒരു വാക്കാണത്. എന്തായാലും നന്ദി പറയുകയാണ്. സത്യത്തിൽ ഞാൻ അടുത്തതായിട്ട് നേരത്തെ ഒരു DTM മൻസൂർ മൊയ്തീൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മെന്റേഴ്സിനെ ഇപ്പോഴും ഓർക്കുന്നു എന്നുള്ള ആ ഒരു വിഷയത്തിൽ തട്ടിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് DTM ദീപ സുരേന്ദ്രനോടാണ്. നമുക്ക് പറഞ്ഞ പോലെ എല്ലാ അംഗങ്ങൾക്കും ഒരു വഴികാട്ടി അഥവാ മെന്റർ ഉണ്ടാകുന്നത് ഒരു അനിവാര്യമായ ഘടകമാണ്. ഒരു നല്ല വഴികാട്ടിക്ക് അംഗങ്ങളുടെ വികാസത്തിനായി എന്തൊക്കെ കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ നജീബ്. ഈ വഴികാട്ടി എന്ന് പറയുമ്പോൾ കുറുന്തോട്ടി എന്ന് പറഞ്ഞ ഓർമ്മ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ നമ്മുടെ ഭാഷയിൽ കുറുന്തോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുന്തോട്ടിക്കും വാതമോ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഗുണങ്ങളും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻ
ആയിട്ട് എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സസ്യമാണ് കുറുന്തോട്ടി. അതേപോലെയാണ് മാർഗദർശനം നമ്മുടെ പ്രോഗ്രാമിൽ. മെന്റർ അല്ലെങ്കിൽ മാർഗദർശി എങ്ങനെയെങ്കിൽ ഓരോ അംഗത്തിനും മാർഗം കാണിച്ചു കൊടുക്കുക, ഇതിന്റെ ദർശനം ഉണ്ടാക്കി കൊടുക്കുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾക്ക് ദർശിക്കാൻ കഴിയാത്ത നമ്മളിലുള്ള കഴിവുകൾ കാണുന്ന ഒരാളാണ് നമ്മുടെ മാർഗദർശിയായിട്ട് വരിക. നമ്മൾ എപ്പോഴും പിന്തുടരുന്ന പല മെന്റേഴ്സ് ഉണ്ടാവും, പല കാര്യങ്ങൾക്ക് പ്രസംഗത്തിന് മെന്ററിങ് മെന്റർ സ്ക്രിപ്റ്റ് എഴുതുന്നതിനും പിന്നെ അത് ഡെലിവറി ചെയ്യുന്നതിനും രണ്ടിനും മെന്റേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള മെന്ററുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ചാമ്പ്യൻ സ്പീക്കേഴ്സിനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ, പിന്നെ ബോഡി ലാംഗ്വേജിന്, വോക്കൽ വെറൈറ്റിക്ക്, ബാക്കിയുള്ള ഡെലിവറിക്ക് അങ്ങനെ മെന്റേഴ്സ് ആവാം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ നല്ലതുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും അനിവാര്യമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്വേസ് പ്രോഗ്രാം, എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് തന്നെ ഒരു മെന്ററാണ്. അത്രയും 100% റിസോഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമുക്ക് മുന്നിലേക്ക് കാണാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു ടോർച്ച് അടിച്ചു തരാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത സമയത്ത് അതിനെക്കുറിച്ച് നിനക്ക് ഈ വഴികളിലൊക്കെ എത്താം എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു മെന്റർ, പ്രത്യേകിച്ചും പബ്ലിക് സ്പീക്കിങ്ങും നേതൃത്വപരമായ കഴിവുകളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഒരു മെന്ററിന് എത്രത്തോളം സഹായിക്കാൻ പറ്റും, മാർഗദർശനം നൽകാൻ പറ്റും, പ്രചോദനം നൽകാൻ പറ്റും, പിന്തുണ നൽകാൻ പറ്റും. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒപ്പം നിന്നിട്ട് നമ്മളെ മുന്നോട്ട് നടത്താനും നമുക്ക് അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവർക്കാണെങ്കിൽ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു മാർഗദർശനമാണ് നമ്മളുടെ മെന്റേഴ്സ് കൊടുക്കുക. അവര് ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മളുടെ ഒപ്പം നിന്നിട്ട് നമ്മൾക്ക് എന്താണ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഡിസ്ട്രിക്ട് 127 ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് അഡ്വൈസർ ആയിരുന്നു എന്റെ മെന്റർ. വേറെ കുറെ മെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഏത് കാര്യം വന്നാലും ആ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതല്ലാതെ സമയം ഉണ്ടെങ്കിൽ മെന്ററിനോട് ചെക്ക് ചെയ്തിട്ട് ഞാൻ അത് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾക്ക് എപ്പോഴും വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുന്നത് നമ്മളുടെ ശക്തിയാണ്. അപ്പോ ഇദ്ദേഹം ഞങ്ങളുടെ അഡ്വൈസർ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ഡിസ്ട്രിക്ട് ആയിരുന്നു. ഞങ്ങൾക്ക് മുന്നിൽ എന്താണ് എവിടേക്കാണ് എത്താൻ പറ്റുക അങ്ങനെ യാതൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഉള്ള നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം, ഞങ്ങൾ പലരുടെയും ആഗ്രഹം. പക്ഷെ ഞങ്ങളുടെ അഡ്വൈസറാണ് അതിനൊരു എല്ലാ ക്ലബുകളും വലിയ ആഗ്രഹങ്ങളൊന്നും കാണണ്ട, പക്ഷെ എല്ലാ ക്ലബുകൾക്കും എക്സലൻസ് എന്നുള്ള ഒരു നിലവാരം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അതായിരിക്കണം ഈ ഒരു കൊല്ലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ള ഒരു വഴി കാണിച്ചു തന്നത്. എല്ലാ ക്ലബുകളും 100% ക്ലബുകൾ, നമ്മൾ പുതിയ ക്ലബുകൾ കൂടെ കൂട്ടിയിട്ട് 102% അവസാനിപ്പിച്ചത്. ആ ഒരു ദർശനം, ആ ഒരു വഴി കാണിച്ചു തന്നത് അദ്ദേഹമാണ്. അപ്പൊ അതേമാതിരിയുള്ള ഒരു മെന്റർ നമുക്ക് നമ്മളുമായി തീരണം, തിരിച്ചും അതേപോലെ. അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. എന്നിട്ട് മെന്ററും മെന്റിയും പരസ്പര പൂരകങ്ങളാണ്. നമുക്ക് കിട്ടിയത് നമുക്ക് കൊടുക്കാനും കഴിയണം. അപ്പോഴാണ് ഇപ്പൊ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടില്ലേ. നമ്മൾ എഡ്യൂക്കേഷൻ സെഷൻ എടുക്കുമ്പോഴാണ് നമുക്കൊരു കമ്പനി ഉണ്ടാവുക. അപ്പൊ അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ മെന്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മളുടെ മെന്റീസിനും കൊടുക്കണം. അപ്പോഴാണ് സൈക്ലിക്കൽ ആവുക. ഇതൊക്കെ ചോദ്യത്തിന് ഉത്തരം അനിവാര്യമല്ല എന്ന് പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി. നമ്മൾ വളരുക, അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടി വളർത്തുക എന്നുള്ള ഒരു ആശയമാണ് DTM ദീപ ഇവിടെ പറഞ്ഞത്. വളരെയധികം നന്ദി. എൻ്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ സരസമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഒരു മീറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഇത് അധ്യക്ഷന്റെ കർത്തവ്യമാണ്, വിദ്യാഭ്യാസ ഉപാധ്യക്ഷന്റെ കർത്തവ്യമാണ്, TMODയുടെ കർത്തവ്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ അധ്യക്ഷൻ, വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ, യോഗ അവതാരകൻ എന്നിവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് DTM റാഷിദ് അലി സാബിനോടാണ്. പ്ലീസ്. വളരെ നന്ദി ടോസ്മാസ്റ്റർ നജീബ്. നമ്മൾ ആക്ച്വലി ഈ 3 കാര്യത്തിന്റെ അധ്യക്ഷന്റെ ഉപാധ്യക്ഷന്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്,
ബാക്ക് ടു ബേസിക്, നമ്മളുടെ ബേസിക് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്കൊരു ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ മെമ്പേഴ്സ് നമ്മൾ എക്സ്കം ആകുമ്പോൾ തന്നെ നമുക്ക് മാനുവൽ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഫീസർ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം നമ്മളോട് നമ്മളുടെ ജോലി കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അധ്യക്ഷൻ പറയും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്, വെന്യൂ ബുക്ക് ചെയ്യണം, എല്ലാ കാര്യം ഞാനേ ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്? ആ അധ്യക്ഷൻ ആക്ച്വലി സിഇഒ, സിഇഒ ആണ്, നമ്മുടെ ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ജോലി നമ്മുടെ കൂടെയുള്ള സഹപാഠികളെ മറ്റു ഓഫീസർമാരെ കൊണ്ട് അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റും. എവിടെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡിലേ പറ്റിക്കഴിഞ്ഞാൽ അന്നേര സമയത്ത് ഇദ്ദേഹം വരിക, അവരോട് ബന്ധപ്പെട്ടിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്യുക. ഇപ്പം VP എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ പൊതുവെ പറഞ്ഞു, അജണ്ട കറക്റ്റ് ഉണ്ടാക്കണം. അതുപോലെ മെമ്പേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാ മെമ്പർമാർക്കും ചാൻസ് കിട്ടണം. ഇപ്പം ചില ആൾക്കാർ ടീം ഓഫ് ദി ഈവനിങ്ങിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ GEക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ TT മാസ്റ്റർ വേണ്ടി എന്നല്ല. ഈവൻ നമ്മളെ സീനിയർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് വരെ ടൈമർ, ബാലറ്റ് കൗണ്ടർ, ഇതൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എക്സൽ ഷീറ്റിൽ എല്ലാ ആൾക്കാരെയും നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യണം. പിന്നെ ചില സമയത്ത് ഏതെങ്കിലും ഒരു ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ റോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് പ്രസിഡന്റ് പെട്ടെന്ന് ജമ്പ് ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയിക്കാതെ പ്രസിഡന്റ് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നിട്ട് പറ്റും. അവർക്ക് ഒരു വർഷമാണ് ടേം, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൈം അവർക്ക് ഈ പൊസിഷൻ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അന്നേരം നമ്മൾ കൂടുതലും നമ്മുടെ ടീമിനെ കൊണ്ട് ചെയ്യാൻ സഹായിക്കുകയും അവരെ കൊണ്ട് ചെയ്യാൻ പ്രചോദനം കൊടുക്കുക. അതോടുകൂടി നമ്മൾ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി ഈവനിങ് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി ഈവനിങ്ങിന്റെ ജോലി മീറ്റിങ്ങിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഇവ അവതരിപ്പിച്ച് എല്ലാ ആൾക്കാരെയും നല്ല രീതിയിൽ അത് സമയത്ത് അവതരിപ്പിച്ച് എല്ലാവർക്കും അതിന് കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഏതെങ്കിലും ഒരു റോളിന് ഏതെങ്കിലും സ്പീക്കർ ഇല്ലെങ്കിൽ അതിന് ബാക്കപ്പ് ശരിയാക്കിയിട്ടുണ്ടോ, അതിന് VP എഡ്യൂക്കേഷനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ബാക്കപ്പ് കാര്യങ്ങൾ ശരിയാക്കി നമ്മൾ മീറ്റിങ്ങിനകത്ത് യാതൊരു വിധമായ ഡിലേയും അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നിൽക്കരുത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, VP എഡ്യൂക്കേഷനും ചില മെമ്പേഴ്സും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മീറ്റിങ്ങിന് വരുന്നതിന് ഇപ്പോൾ ഉദാഹരണം പ്രസന്റേഷൻ ഉണ്ടാക്കിയാലും, പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 7 മണിക്കാണ് നമ്മുടെ മീറ്റിംഗിൽ, 7 മണിക്ക് മുമ്പ് വന്ന് അവര് നമ്മുടെ പ്രസന്റേഷന്റെ കാര്യങ്ങളെല്ലാം വേണ്ടുന്ന ലോജിസ്റ്റിക്കൽ തയ്യാറാക്കി റെഡിയാക്കുക. മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ചില സമയത്ത് കാണാം ചെക്ക് ചെയ്യുന്നു, അന്നേരം വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം എന്താണ് നമ്മുടെ മീറ്റിംഗിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ VP എഡ്യൂക്കേഷന് പ്രധാനപ്പെട്ട റോളുണ്ട്. അതുപോലെ എല്ലാ എക്സ്കം മെമ്പേഴ്സിനും റോളുണ്ട്. VP എഡ്യൂക്കേഷൻ അജണ്ട ചെയ്യുന്നു എല്ലാവർക്കും, അതായത് VP എഡ്യൂക്കേഷൻ എന്താണ്, മെമ്പേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ VP മെമ്പർഷിപ്പിന് പ്രധാനപ്പെട്ട റോളുണ്ട്. VP മെമ്പർഷിപ്പ് നമുക്ക് പറയാം, നമുക്ക് കസ്റ്റമർ കെയർ മാനേജർ എന്ന് വേറെ രീതിയിൽ പറയാം. നമ്മുടെ കസ്റ്റമർ ആരാണ്? നമ്മുടെ മെമ്പേഴ്സ് ആണ്. ആ മെമ്പേഴ്സിന്റെ കെയർ ചെയ്യാൻ അവരെ ഓരോരുത്തരും വേണ്ടതിൽ നമ്മൾ ബന്ധപ്പെട്ട് 100% നമ്മുടെ അറ്റൻഡൻസിന് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഗസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി പ്രയോജനം ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ മീറ്റിങ്ങിന് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ അതുപോലെ നുഫൈസ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ക്ലബിനെ നല്ല രീതിയിലാക്കാം. ഗുണം എന്താണ്? നമ്മുടെ എല്ലാവർക്കും വരാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ താല്പര്യം ഉണ്ടായാൽ തന്നെ നമ്മുടെ ക്ലബിന്റെ ക്വാളിറ്റി നല്ലപോലെ ഉണ്ടാവും. ഇതാണ് എനിക്ക് ഇതിനകത്ത് അഭിപ്രായമുള്ളത്. താങ്കളിലേക്ക് തിരിച്ചു തരുന്നത്. സത്യത്തില് വളരെയധികം നന്ദി റാഷിദ് സാർ. സത്യത്തിൽ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സമയം ചുരുക്കി ഇത് 1 മണിക്കൂറിൽ തന്നെ തീർക്കണമെന്ന് നേതാക്കൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പാനൽ പൊതുവായിട്ടുള്ള ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ മനോഹരമായിരുന്നു. അതോടൊപ്പം തന്നെ അതിന് നൽകിയ ഉത്തരം കാമ്പേറിയ ഉത്തരങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു മീറ്റിംഗ് എനിക്ക് തോന്നിയത് എൻ്റെ ടോസ്റ്റ് മാസ്റ്റർ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയത്തിൽ വളരെയേറെ ഇൻഫർമേഷൻ കിട്ടിയ ഒരു മീറ്റിംഗ് ആയി തന്നെ ഞാൻ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് പല മികച്ച ടോസ്റ്റ് മാസ്റ്റർമാരും നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടക്കാം. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ ചാറ്റ് ബോക്സ് വഴിയോ ഹാൻഡ് റൈസ് ചെയ്തോ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ സുപ്രധാനമായ ഒരു ചോദ്യം കണ്ടത് കൃഷ്ണ സുബ്രഹ്മണ്യ മൂർത്തി DTM അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്പീച്ച് കോൺടെസ്റ്റിൽ മത്സരിക്കാൻ ഒരുപാട് അംഗങ്ങൾ മടിക്കുന്നു. മത്സരിച്ചാൽ നമുക്ക് തന്നെ പുരോഗമനം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇത്തരം സ്ഥിതികൾ മാറ്റിയെടുക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് DTM കൃഷ്ണ സുബ്രഹ്മണ്യ മൂർത്തി ചോദിച്ചിരിക്കുന്നത്.
അദ്ദേഹം നേരത്തെ ഇവിടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം DTM മൻസൂർ മൊയ്തീൻ അദ്ദേഹത്തോടാണ്. നന്ദി നജീബ് നസീർ, ഡിസ്റ്റിങ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണമൂർത്തി. പണ്ടൊക്കെ നമ്മുടെ ക്ലബ്ബുകളിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ക്ലബ്ബുകളിൽ മത്സരാർത്ഥികളുടെ ആധിക്യം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ദോഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഖത്തറിലെ ആദ്യത്തെ ക്ലബ്ബ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ 29 ക്ലബ് വർഷങ്ങൾ പിന്നിട്ടു. അവിടെയൊക്കെ പിന്നെ അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന് 18ഉം 20ഉം പേര്, അതുപോലെ തത്സമയ പ്രസംഗങ്ങൾക്ക് 24 പേരൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ക്ലബ്ബുകളിൽ പോലും എനിക്ക് തോന്നുന്നു 8ഉം 10ഉം ആൾക്കാർ. അതിന് എനിക്ക് തോന്നുന്നു പൊതുവേ ആ ഒരു പ്രശ്നം എല്ലാ ക്ലബ്ബുകളിലും ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നത് ഒന്ന് ഒരു ഭയമുണ്ട്, ഞാൻ ജയിക്കില്ല എന്നുള്ളൊരു ഭയം. എനിക്ക് തോന്നുന്നു അത് അവരെ വളർച്ചയെ തടയുന്നുണ്ട്. അതായത് പരാജയപ്പെടുമോ, എനിക്ക് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ ലഭിക്കില്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ടാകും. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച മെന്റർമാരെ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാം. കാരണം മെന്റർമാർക്ക് അവരുടെ പ്രസംഗങ്ങൾ തയ്യാറാക്കുവാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ കഴിയും. പിന്നെ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ തത്സമയ പ്രസംഗങ്ങളിൽ ആദ്യം പങ്കെടുക്കുക. കാരണം നമുക്കറിയാം അന്താരാഷ്ട്ര പ്രസംഗങ്ങളും അതുപോലെ പിന്നെ ഹ്യൂമറസും അത്ര കണ്ട് പിന്നെ എളുപ്പം തയ്യാറാക്കി പ്രസംഗം നടത്താൻ പറ്റുന്ന എല്ലാവർക്കും. ഉടനെ അതിലൊക്കെ ആദ്യം തുടങ്ങിയിട്ട് പതുക്കെ മറ്റേതിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി സഹായിക്കും. പിന്നെ രണ്ടാമത് നമ്മുടെ ക്ലബ്ബുകളിൽ തന്നെ മുമ്പ് മത്സരിച്ച് ജയിച്ചവരുമായി സംസാരിപ്പിക്കുക. പിന്നെ നമുക്ക് അവിടെ ഇനി മെന്ററോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ കോൺടെസ്റ്റ് മാനേജറോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾ തന്നെ നിനക്ക് കഴിയും എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്താ പറയുക, ഇത് നമ്മളിനി എത്ര പറഞ്ഞാലും ഓരോരുത്തർക്ക് തോന്നി ചെയ്യേണ്ട കാര്യമാണ്. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇതിൽ 2-3 പേരാണെങ്കിലും നമുക്കാണ് ജയിക്കാൻ സാധ്യത കൂടുതലെന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവാം. പക്ഷെ ആ ഒരു ചിന്ത മാറ്റി, കാരണം ഒരു ക്ലബിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഉണ്ടാവണം. അപ്പൊ അതിന് വ്യക്തിപരമായ ഒരു ഗ്രോത്തിന് ഇത് ആവശ്യമാണ് എന്നുള്ളൊരു കൾച്ചർ ആ ഒരു കൾച്ചർ ക്ലബിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പരാജയം നമ്മൾ ഭയപ്പെടേണ്ട ഒന്നല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് റിപ്പീറ്റഡ്ലി നമുക്ക് പറയാൻ പറ്റും. പിന്നെ നിനക്ക് കഴിയും എന്നുള്ള ഒരു പ്രോത്സാഹനം വേണ്ടി വരും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്ലബ് ഇപ്പോഴും ചില ക്ലബ്ബുകളുണ്ട്. ഇപ്പം മത്സരാർത്ഥികൾ എനിക്ക് തോന്നുന്നു 8ഉം 10ഉം അംഗങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ചില ക്ലബ്ബുകളിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരിക്കലും ഞാൻ ഒന്നിൽ കൂടുതൽ ക്ലബ്ബുകളിൽ അംഗത്വം എടുത്ത് ഇതിനു വേണ്ടി മാത്രം അംഗത്വം എടുത്ത് അവിടെ പോയി പിന്നെ പങ്കെടുക്കാൻ ഞാൻ പറയില്ല. പക്ഷേ ഇനി ഒരു നിവൃത്തി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ചില ക്ലബ്ബുകളിൽ ഇപ്പം നോമിനേറ്റ് എന്നൊരു ഇതും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റി ആ ക്ലബ്ബുകളിൽ പിന്നെ മത്സരങ്ങൾ നടത്തേണ്ട ഒരു അനിവാര്യതയുണ്ട്. കാരണം ആ ക്ലബ്ബുകൾ നടത്തുമ്പോഴാണ് ആ ക്ലബ്ബുകളുടേതായ ഒരു വിജയി മറ്റടുത്തൊരു ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക, അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ആ ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ ആ ക്ലബ്ബുകളിൽ തന്നെ വേണമെന്നില്ല, മറ്റു ക്ലബ്ബുകളിലെ മുൻ വിജയികൾ അല്ലെങ്കിൽ മുൻ മത്സരാർത്ഥികളെ കുറിച്ച് അവരോട് സംസാരിപ്പിക്കുക. ഇതിനെക്കുറിച്ച് ഭയക്കേണ്ടതില്ല. അതായത് വിജയിക്കൽ മാത്രമല്ല, നമ്മളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്നും ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരമായി പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ കൂട്ടി പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു, നന്ദി. മറ്റേ ഏതെങ്കിലും പാനലിസ്റ്റിന് ഇതിലോട്ട് കൂടുതലായിട്ട് പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ചോദ്യത്തിന് നല്ല രീതിയിൽ തന്നെയാണ് DTM മൻസൂർ മൊയ്തീൻ ആൻസർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്, അത് നമുക്ക് ആദ്യം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെടുക്കുക എന്ന് തന്നെ പറയാവുന്ന ഒരു സ്പീച്ച് നടത്തിയ നുഫൈസയോടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് അത് ചോദിച്ചിരിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റർ ഹാഷിർ അലി. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു ടോസ്റ്റ് മാസ്റ്ററാണ്. ഒരു ക്ലബിന്റെ VP എഡ്യൂക്കേഷൻ ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, നുഫൈസ് നടത്തിയ പുതിയ മുഖം സെഷന്റെയും ചോദ്യ ടേബിൾ ടോപ്പിക്കിൽ യെസ് ഓർ നോ ഹാഫ് സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് പ്രാക്ടിക്കലാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ഒന്ന് വിശദീകരിക്കും. ഇവിടെ ടൈമിന്റെ പ്രാക്ടിക്കാലിറ്റിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ
നമുക്കറിയാം ടേബിൾ ടോപ്പിക് എന്ന് പറയുന്നത് 1 to 2 minutes എന്നുള്ളതാണ്. സോറി, പിന്നെ സൂം മാസ്റ്റർ ടോസ് മാസ്റ്റർ നുസൈഫയെ കൂടി ഒന്ന് പിൻ ചെയ്യാമോ ഈ പാനലിലോട്ട്? അപ്പം 1 to 2 minutes ആണെന്ന് നമുക്കറിയാം. അപ്പൊ 1 minute, അതായത് ഗ്രീൻ ലൈറ്റ് എന്നത് നമ്മുടെ ടോപ്പിക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സിഗ്നൽ ആക്കി എടുത്തുകൊണ്ട് സംസാരിക്കാം. അപ്പൊ ആദ്യം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തിയ പാട് ടോപ്പിക്കിന് എഗെയിൻസ്റ്റ് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവസാനം നമുക്ക് ചിലപ്പം സമ്മറൈസ് ചെയ്യാനുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ചിലപ്പം ആൾക്കാർ പറഞ്ഞതിനൊക്കെ എതിര് പറഞ്ഞ് കോമഡി ഒക്കെ ആയിട്ട് എൻഡ് ചെയ്യും. അപ്പം ഇത് പല ക്ലബ്ബുകളിലും ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ കൂടെ ഞാനൊരു ഡിസ്ക്ലൈമറും കൂടി പറയാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കുറെ ഐഡിയാസ് എന്റെ ഈ ബുദ്ധിയിൽ തോന്നിയതല്ല, എനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതല്ല. ടോസ്റ്റ് മാസ്റ്റേഴ്സ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ അപ്രൂവ് ചെയ്തുകൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഷെയർ ചെയ്ത ഐഡിയാസ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്ത മൊത്തം ഐഡിയാസ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ക്ലബിൽ പരീക്ഷിക്കാവുന്നതാണ്. നജീബ്, ഞാനിത് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഞാനിത് പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്, പല ക്ലബ്ബുകളായിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ എഫക്റ്റീവ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് യെസ് ഓർ നോ, ഒരു പേപ്പറിന്റെ ഒരു പുറത്ത് കോൺഗ്രസ് തുടങ്ങിയൊരു തെളിവാണ്. ഇത് ജഡ്ജിങ് ഷീറ്റിന്റെ എലിജിബിലിറ്റി സൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കാണാമെന്ന് എനിക്കറിയില്ല. ഒരു പുറത്ത് യെസ്, ഒരു പുറത്ത് നോ എന്നെഴുതുക. മലയാളം ക്ലബിലാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അങ്ങനെ യഥാർത്ഥ അർത്ഥം എഴുതാം. എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം. നേരത്തെ നുഫൈസ് 1-2 എക്സാമ്പിൾ പറഞ്ഞു. എന്നിട്ട് ചിലപ്പോൾ 1 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, പറഞ്ഞു തുടങ്ങി അതിന്റെ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് ഉടനെ തിരിക്കുക. അപ്പം അതൊരു സ്കില്ലാണ് അവിടെ ലഭിക്കുന്നത്. അത് പെട്ടെന്ന് മാറ്റാണെന്നുള്ളത്. യെസ് എന്ന് നോയിലേക്ക് പോകാൻ തിരിച്ചു. അപ്പൊ എനിക്കൊന്ന് ഞാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു 6 തവണയെങ്കിലും എനിക്കിത് ഈ പേപ്പർ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ 25 സെക്കൻഡ് ആകുമ്പോഴേക്ക് ആ സ്പീക്കർ ഒരു പീക്കിൽ എത്തിയെന്ന് കരുതുമ്പോഴേക്ക്, അല്ലെങ്കിൽ മറുപടി പറഞ്ഞു എന്ന് കരുതുമ്പോൾ, മറുപടി പറയുന്നതിന് മുമ്പ് പറയരുത്. ഇപ്പൊ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇഷ്ടമാണോ ചോദിച്ചാൽ എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് എന്ന് പറയുമ്പോഴേക്കും തിരിക്കുക. അപ്പൊ അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. നന്ദി. വളരെ വ്യക്തമായിട്ട് ഒരു പോയിന്റ് കൂടിയാണത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈ നേരത്തെ നമ്മളിവിടെ അത് സൂചിപ്പിച്ചതാണ്, ഈ പലവരും തിരക്കുകൾ കാരണം അവസാന നിമിഷം, ചിലപ്പോൾ മീറ്റിങ്ങിന് ഒരു 20 മിനിറ്റ് മുന്നേ ആയിരിക്കും ഞാൻ ഉണ്ടാവില്ല എന്ന് അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അത് ഭാരവാഹികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ടാക്ടിക്കലി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. DTM ദീപ സുരേന്ദ്രനാണ്. വളരെ നന്ദി. നമുക്ക് പല രീതിയിൽ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേക്ക് അല്ലെങ്കിൽ VPക്ക് ഒക്കെ ഇതൊരു എങ്ങനെയാണ് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് റിയൽ ലൈഫിൽ നമ്മളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഈവന്റ് നടത്തുമ്പോൾ തന്നെ ഇത് വരാം അല്ലെ. അപ്പോ അത് ഇതിനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ എനിക്കിത് കഷ്ടപ്പാടാണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പഠിക്കാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം ചെയ്യാൻ പറ്റും, നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേക്ക് അവിടെ വെച്ചിട്ട് അജണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു എവാലുവേറ്റർ വന്നിട്ടില്ല, എവാലുവേറ്റർ വരും എന്ന് പറഞ്ഞു. പക്ഷെ ആ എവാലുവേഷന്റെ സമയമാകുമ്പോൾ ആളവിടെ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വേറൊരാൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. മീറ്റിംഗിന്റെ ഇടയിൽ തന്നെ അത് ചെയ്യാം. അജണ്ട ഇത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അത് വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇല്ലെങ്കിൽ ഒരു എവാലുവേറ്റർക്ക് 2 എവാലുവേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജനറൽ എവാലുവേറ്റർക്ക് തന്നെ ആ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഒരു സ്പീക്കറാണ് വരാതിരിക്കുന്നതെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിക്സ് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതൊക്കെ ആ മൊമെന്റില് നമ്മൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ VPക്ക് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി അതും അല്ലാതെ ഒരു രഹസ്യം പറയാം. എന്റെ ഫസ്റ്റ് DTM കിട്ടാൻ എനിക്ക് പ്രധാന കാരണം, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്റെ ഒരു എക്സ്ട്രാ സ്പീച്ച് എപ്പോഴും ഞാൻ റെഡിയാക്കി വെക്കുമായിരുന്നു. അപ്പോ ഞങ്ങളുടെ മീറ്റിംഗ്, എന്റെ ഹോം ക്ലബിലെ മീറ്റിംഗ് സാറ്റർഡേസ് ആണ്. അന്ന് രാവിലെ ആയിരിക്കും ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, സ്പീച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഗ്രൂപ്പിൽ കൊണ്ടിടും, സ്പീച്ച് തരാൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ പ്രസിഡന്റ് സ്പീച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്പീക്കർ റോള് ഞാൻ തന്നെ ചെയ്യും. ഭയങ്കര സെൽഫിഷ് ആയിരുന്നു അന്നൊക്കെ ഞാൻ. പക്ഷെ അതുകൊണ്ട് അന്ന് 40 സ്പീച്ചാണ് നമ്മളുടെ ട്രഡീഷണൽ പാത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് വേഗം കഴിഞ്ഞു കിട്ടി. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇങ്ങനെ അവനാന്റെ അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സ് കാരണം നമുക്ക് കിട്ടും. അത് നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാം അവിടെ അടിപിടിയാവും ഇങ്ങനത്തെ ബാക്കൗട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എത്ര ഡിമാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് വിപിയുടെ അല്ലെങ്കിൽ ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഡേയുടെ സക്സസ് എന്നാണ് ഞാൻ പറയാം. ഞാനത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ DTM കിട്ടിയ ഒരാളുമാണ്. അതുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയണു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന്. വളരെ നന്ദി. വളരെയധികം നന്ദി ആ സീക്രട്ട് ഇവിടെ വെളിപ്പെടുത്തിയതിന്. നമുക്കൊക്കെ ഇനി അടുത്ത മീറ്റിങ്ങുകളിൽ അത് ഉപയോഗിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ടോസ്റ്റ് മാസ്റ്റർ രഞ്ജിത്ത്, അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നാണുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പിക്കുകൾ എങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം, അതിനുള്ള എന്തൊക്കെയാണ് ആശയങ്ങളുള്ളതെന്നാണ്. ഞാൻ ചോദിക്കുന്നത് DTM മോഹനചന്ദ്രൻ സാറിനോട്ട്. തത്സമയ പ്രഭാഷണത്തെ കുറിച്ച് വളരെ എങ്ങനെ മനോഹരമാക്കാമോ എനിക്ക് തോന്നുന്നു ഫൈസയുടെ സെഷനിലെ അതിഗംഭീരമായത് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീ മൻസൂർ അദ്ദേഹം പിന്നെ അത് പറയുകയും ചെയ്തു. അത് ഒരു പ്രസംഗകന്റെ ശരിക്കുള്ള മെറിറ്റ്, കാരണം യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പും ഇല്ലാതെ, ഇപ്പോൾ താങ്കൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചതുപോലെ യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പും ഇല്ലാതെ ആ സമയത്ത് തന്നെ പ്രതികരിക്കേണ്ടതാണ്. അതിന് എങ്ങനെയാണ് അത് പ്രതികരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ പല ടെക്നിക്സ് ടോസ്റ്റ് മാസ്റ്റേഴ്സിലുണ്ട്. എങ്ങനെയാണ് ടേബിൾ ടോപ്പിക്സ് ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ആ ചോദ്യങ്ങൾ അതിമനോഹരമാക്കി കൊടുക്കുക എന്നുള്ളതാണ് തത്സമയ പ്രഭാഷണങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ള മാർഗം. ഉദാഹരണത്തിന് ഒരിക്കൽ ഞങ്ങളുടെ ഒരു പ്രഭാഷകൻ, സമയം തികയെന്ന് നടക്കുമെങ്കിലും ഞാൻ പറയുകയാണ്, രമേഷ് സുരേഷ് എന്നായിരുന്നു തന്ന വിഷയം. അത് ഒരു തരത്തിലും പ്രതികരിക്കാൻ അതൊരു പരസ്യവാചകമാണ് രമേഷ് സുരേഷ്. പക്ഷെ അതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ടോസ്റ്റ് മാസ്റ്റർക്കാണ് ആ വിഷയം കിട്ടിയത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, ഞാൻ ഒറീസയിൽ ജോലി ചെയ്യായിരുന്നു. ഒറീസയിൽ ജോലി ചെയ്തപ്പോൾ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേസിലെ പ്രതിയായി ജയിലിലേക്ക് പോയി. ജയിലിൽ പോയപ്പോൾ അവിടെ ഞാൻ രമേഷിനെ കണ്ടു. രമേഷ് കൈക്കൂലി കൊടുത്ത് അകത്ത് വന്ന ആളാണ്. അങ്ങനെ രമേഷിനുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി കൈക്കൂലി കൊടുക്കുന്നത് വളരെ കുറ്റകരമായ കാര്യമാണ്. അവിടെ വെച്ച് ഞാൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ച് ഞാൻ ജയിലിലേക്ക് പോയി. അവിടെ ജയിലിൽ പോയപ്പോൾ ഞാൻ സുരേഷിനെ പരിചയപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എങ്ങനെ ഒരാൾ ആ ഒരു തത്സമയ പ്രസംഗ രംഗത്ത് അദ്ദേഹത്തിന് അന്നത്തെ എല്ലാവരും, ഞാനിപ്പോഴും അത് ഓർത്തിരിക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ അത് തത്സമയം പ്രതികരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രസംഗത്തിന്റെ മെറിറ്റ് നിശ്ചയിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകർഷിക്കുന്നിടത്ത് ഇനി ടേബിൾ ടോപ്പിക്സ് മാരത്തൺ സംഘടിപ്പിക്കാം. ചില ദിവസം നമുക്ക് പ്രഭാഷകരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ പ്രിപ്പയർഡ് സ്പീച്ച് സെഷൻ ഒഴിവാക്കിയിട്ട് ടേബിൾ ടോപ്പിക്സ് മാരത്തൺ ആക്കിയാൽ മതി. അപ്പൊ അത്തരത്തിൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെ ടേബിൾ ടോപ്പിക്സിന് ഉത്തരം പറയാനാകും എന്നൊരു എഡ്യൂക്കേഷൻ സെഷൻ കൊടുക്കുന്നത് തന്നെ നമുക്ക് കൂടുതൽ ആളുകളെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലെ ആകർഷിക്കാൻ വഴിയൊരുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തിരികെ അവതാരകനിലേക്ക്. വളരെയധികം നന്ദി. DTM മോഹനചന്ദ്രൻ എപ്പോഴും ആൻസർ നൽകുന്ന സമയത്ത് അത് സരസമായിട്ടാണ് അവതരിപ്പിക്കുക, പക്ഷെ അതിന്റെ കാമ്പ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. വളരെയധികം നന്ദി. സത്യത്തിൽ നമ്മൾ നിശ്ചയിച്ചിരുന്ന സമയം കഴിഞ്ഞു വരികയാണ്. എൻ്റെ അവസാന ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറും. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. DTM ബഷീർ അമ്പലവൻ, സൗദിയിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത്. ഈ മലയാള ഭാഷയിൽ പ്രൊജക്റ്റുകളുടെ ഉദ്ദേശം ഇപ്പോഴും TMI പോർട്ടലിൽ ഇല്ല. ഇതിനു വേണ്ടി വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ഉത്തരം പറയാൻ ഉത്തമനായ നമ്മുടെ നേതാവ് DTM റാഷിദ് അലി സാബാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. വളരെ നന്ദി ഡിസ്ട്രിബ്യൂട്ട് ടോസ്റ്റ് മാസ്റ്റർ ബഷീർ ഈ കാര്യം ചോദിച്ചതിന്. ഇതിപ്പം അല്പം പെൻഡിങ് ആണ്. ഈ പ്രൊജക്ട് എല്ലാം സിങ്കർണൈസ് ചെയ്തതിനു ശേഷം നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതെല്ലാം പ്രൊജക്റ്റുകൾ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ചെയ്ത്, പിന്നെ ഉദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ ട്രാൻസ്ലേഷൻ കമ്മിറ്റിയോട് നോക്കിയിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ കമ്മിറ്റി നോക്കിയിട്ട് അതിനകത്ത് എന്താ വേണ്ടത് നോക്കില്ല. ശിവാജി എന്താണ് പറയാനുണ്ടോ അതിനെ കുറിച്ച്? 2 ലെവലിലുള്ള മലയാളം ട്രാൻസ്ലേറ്റഡ് മെറ്റീരിയൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് റിസോഴ്സസ് അടിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ നമുക്ക് സെലക്ഷൻ കിട്ടില്ലേ. അപ്പോൾ സെലക്ട് കാറ്റഗറി, റിസോഴ്സ് ടൈപ്പ്, കീവേഡ്, അങ്ങനെ 3 ഓപ്ഷൻ അങ്ങനെയല്ലേ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക റിസോഴ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. അതിൽ സെലക്ട് കാറ്റഗറിയിൽ നമുക്ക് മലയാളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലിസ്റ്റഡ് ആവും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ട്.
അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയാ 2 ലെവലിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇപ്പോൾ ഉള്ള ക്ലബ്ബുകളുടെ എണ്ണം 30-ൽ 35 അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് 2 ലെവലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് അറിയിക്കും. നമുക്ക് ഇനി ഇപ്പൊ പാത്ത് വൈസ് ഒന്ന് റിവൈസ് ചെയ്തില്ലേ, അപ്പൊ ആ സമയത്ത് അവർ അപ്ലോഡ് ചെയ്യാൻ വെബ്സൈറ്റിൽ വെക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യാം. കൂടുതൽ നമുക്ക് ക്ലബ്ബുകൾ വന്നാലാണ് നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അനുവാദം കിട്ടും. അപ്പൊ എല്ലാവരും എന്താണ് മലയാളം ക്ലബ്ബുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ മലയാളം ക്ലബ്ബുകൾ തുടങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് എല്ലാം പാത്ത് വൈസ് 5 ലെവലും 6 പാത്തും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 60 ക്ലബ്ബാണ് എന്റെ ടാർഗറ്റ്. ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ നമുക്ക് 60 ക്ലബ്ബ് ഉണ്ടാവണം. ഇപ്പം നമുക്ക് 35 ക്ലബ്ബ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രൊജക്ടുകളും അതിനകത്ത് നമുക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരോടും നമ്മുടെ മലയാളം ക്ലബ്ബുകൾ തുറക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1-2 ക്വസ്റ്റ്യൻ, കാരണം ഓൾറെഡി നമ്മൾ സമയം 7 വരെ കഴിഞ്ഞു. ദീപാജി, ആ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. ഇപ്പം സെർച്ച് ചെയ്ത ലിങ്ക്. ടോസ്റ്റ് മാസ്റ്റർ നജീബ്, എനിക്ക് തോന്നുന്നു 1-2 ക്വസ്റ്റ്യനുകൾ എടുക്കുക. അത് നമുക്ക് സമയം ഓൾറെഡി നമ്മൾ മുമ്പോട്ട് ആയി കഴിഞ്ഞു. ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഡിലേ ആക്കുന്നത്. എന്നാലും നമ്മുടെ സമയം 7:30 7:45 8 ഇനി 1-2 ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. സത്യത്തിൽ ഈ ചോദ്യങ്ങൾ ആർക്കും ഈ വോയിസ് വഴി നൽകാത്തതെന്ന് വെച്ചാൽ സമയം കറക്റ്റ് ചുരുക്കാനായിട്ടാണ്. ആർക്കെങ്കിലും വോയിസ് വഴി വോയിസ് വഴി ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ക്ഷണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തി ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല പാനലിസ്റ്റ്. നമുക്കപ്പോൾ അതിന്റെ സമാപന പരിപാടിയിലേക്ക് നീങ്ങാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ എൻ്റെ ഒരു കർത്തവ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാനലിസ്റ്റുകളോടാണ്. പലരും അതിൽ തിരക്കിലായിരുന്നു. മോഹനചന്ദ്രൻ DTM ഒക്കെ നാട്ടിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. ആ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ വന്ന് പങ്കെടുക്കാൻ കാണിച്ചതിന് മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് പരമാവധി ശ്രദ്ധ നൽകി ഉത്തരം നൽകിയതിനും. ഞാൻ ഇനി ഈ സെഷൻ തുടർന്നു കൊണ്ടുപോകാൻ സഹോദര തുല്യനായ ടോസ്റ്റ് മാസ്റ്റർ സുനിലിലേക്ക് ഈ വേദി കൈമാറുകയാണ്. നന്ദി, എന്നെ ശ്രവിച്ച എല്ലാവർക്കും. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ നജീബ് നസീർ. വളരെ ഗംഭീരമായി തന്നെ താങ്കൾ ഈ പാനൽ ചർച്ച മുന്നോട്ട് നയിച്ചു. അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പാനലിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങൾ എല്ലാവരും തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ച് നമുക്ക് കൂടുതൽ വിജ്ഞാനം നൽകി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തതായി നമുക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തവർക്കുള്ള സാക്ഷ്യപത്രം സമർപ്പിക്കാം. ആദ്യമായി തന്നെ ടോസ്റ്റ് മാസ്റ്റർ നുഫൈസ, തങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ പരിപാടി വളരെ വളരെ മികച്ചത് തന്നെയായിരുന്നു. എല്ലാവർക്കും ആവേശം നൽകുന്ന ഒരെണ്ണമായിരുന്നു. അഭിനന്ദനങ്ങൾ, നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ ഇതിൽ പങ്കെടുത്ത DTM മൻസൂർ മൊയ്തീൻ, അദ്ദേഹം നമ്മളോടൊപ്പം നിന്ന് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. DTM മോഹനചന്ദ്രൻ, ലേറ്റായി എന്നറിയാം, താങ്കൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ജോലി ഉണ്ടെങ്കിലും ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി സരസമായി തന്നെ അവതരിപ്പിച്ച് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തന്നതിന് വളരെയധികം നന്ദി. ദീപ സുരേന്ദ്രൻ, വളരെ നന്ദി. സീനിയർ ടോസ്റ്റ് മാസ്റ്റർ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട DTM ദീപ സുരേന്ദ്രന് നന്ദിയും ഈ സാക്ഷ്യപത്രവും സമർപ്പിക്കുന്നു. നജീബ് നസീർ, വളരെ ഗംഭീരമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താങ്കൾ നടത്തിയ പാനൽ ചർച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ സാക്ഷ്യപത്രം സമർപ്പിക്കുന്നു. അടുത്ത എനിക്ക് തന്നെയാണ് ഒരു സാക്ഷ്യപത്രം കൂടി തയ്യാറാവുന്നുണ്ട്. അത് ഒത്തിരി ചെറിയ ഡിലേ അതിനും ക്ഷമ ചോദിക്കുകയാണ്. ടോസ്റ്റ് മാസ്റ്റർ ശാലിനി, വളരെ വളരെ നന്നായി തന്നെ ഇന്നത്തെ യോഗം നിയന്ത്രിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു. അല്ലാണ്ട് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉണ്ട്, കയ്യിൽ അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കാണിച്ചുണ്ട്.
വളരെ വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ ശാലിനി. താങ്കൾ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായി വളരെ നന്നായി തന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചു. അഭിനന്ദനങ്ങൾ. ഒപ്പം സാക്ഷ്യപത്രം സമർപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നടക്കാം. അതിനായി ഇന്ന് നന്ദി പ്രകടനമാണ്. നന്ദി പ്രകടനം നടത്തുന്നത് മറ്റാരുമല്ല, നമുക്കെല്ലാം ടോസ്റ്റ് മാസ്റ്റേഴ്സ്, മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പ്രത്യേകിച്ചും ഖത്തറിൽ നിന്ന് നമ്മളുടെ പ്രിയ താരമായ ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷ് എല്ലാവർക്കും അറിയാം. നല്ലൊരു പ്രസംഗികയാണ്. അതുപോലെ പാചകം, അതുപോലെ കൃഷി, എല്ലാവിധ മേഖലകളിലും ഒരു കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സ്വാഗതം ചെയ്യുന്നു ടോസ്റ്റ് മാസ്റ്റർ അപർണ രനീഷിനെ ഇന്നത്തെ യോഗത്തിന്റെ നന്ദി പ്രകാശനത്തിനായി. നന്ദി ടോസ്റ്റ് മാസ്റ്റർ സുനിൽ, വളരെ ഭംഗിയായിട്ട് എന്നെ പരിചയപ്പെടുത്തിയതിന് എല്ലാവർക്കും നമസ്കാരം. മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ല. നമ്മളൊക്കെ കുറച്ച് പഴയ രീതികളിൽ കുഴഞ്ഞിരിക്കുന്ന ആളുകളാണ്. പക്ഷെ വിരസമായി ഒരേ മാതൃകയിൽ നടക്കുന്ന യോഗങ്ങളിൽ നിന്ന് മാറി പുതുമയായുള്ള തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളോടുള്ള യോഗങ്ങൾ വന്നാൽ അതൊരു ആവേശം തന്നെയാണ്. അപ്പോൾ നമുക്ക് പങ്കുചേരാനും ആ അനുഭവം ആസ്വദിക്കാനും കൂടുതൽ താല്പര്യം തോന്നും. പുതിയ മുഖം ഇന്നോവേറ്റീവ് മീറ്റിംഗ്സ് എന്ന ഇന്നത്തെ പഠന പദ്ധതി സത്യത്തിൽ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ പുതിയ പ്രകാശം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതിനെ ഒരു ഉത്സവമാക്കി മാറ്റിയ എല്ലാ മനസ്സുകളോടും ആദ്യമായി തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ചേഞ്ച് വേണം പോലും ചേഞ്ച് എന്ന് തുടങ്ങി പുതുമയും ആവേശവും നിറഞ്ഞ യോഗങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്ന ഇന്നത്തെ സെഷനിലൂടെ അത്രയും മനോഹരമായി കാണിച്ചു തന്ന ഖത്തറിലെ FCC വനിതാ ടോസ്റ്റ് മാസ്റ്ററിലെ അഭിമാനമായ ടോസ്റ്റ് മാസ്റ്റർ നുഫൈസക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. ഡാൻസ് മാസ്റ്റർ വിക്രംജിയുടെ മാതൃകയിൽ ഇന്ന് അവതരിപ്പിച്ച എല്ലാ മുദ്രകളും സൂപ്പർ ആയിരുന്നു. സൃഷ്ടിപരതയുടെ വാതിലുകൾ തുറന്ന് മീറ്റിങ്ങുകൾക്ക് ഒരു പുതിയ മുഖം നൽകിയ ടോസ്റ്റ് മാസ്റ്റർ നുഫൈസയുടെ അവതരണം നമ്മളുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരു പുതിയ ദിശ തന്നെ നൽകി. ആഴത്തിലുള്ള ഒരു ഗവേഷണം, വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഗവേഷണം, അവതരിപ്പിച്ച ആശയങ്ങളുടെ ലാളിത്യവും പ്രയോഗ്യതയും എല്ലാം നമ്മളെ നന്നായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു. തുടർന്ന് നടന്ന പാനൽ ചർച്ച വേദിയെ അറിവിന്റെയും അനുഭവത്തിന്റെ ഒരു മനോഹരമായ സംഗമമാക്കി. നേതൃത്വം, ക്ലബ് വളർച്ച, ആശയവിനിമയം, സംഘടനാ സംസ്കാരം എല്ലാ മേഖലകളിലും സമ്പന്നമായ അനുഭവങ്ങൾ പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്റ്റിംഗ്വിഷ്ഡ് പാനലിസ്റ്റ് ആയ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ റാഷിദ് അലി സാഹിബ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മൻസൂർ മൊയ്തീൻ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ദീപ സുരേന്ദ്രൻ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മോഹനചന്ദ്രൻ, എല്ലാവർക്കും പ്രത്യേക നന്ദി. നിങ്ങളുടെ വാക്കുകളിൽ മറഞ്ഞിരിക്കുന്ന വർഷങ്ങളിലെ പ്രവൃത്തി പരിചയം, നേതൃത്വബോധവും ഈ പാനൽ ചർച്ച ശരിക്കും ഒരു നല്ല പഠന അനുഭവമാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ പാനലിസ്റ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏതൊരു പാനൽ ചർച്ചയും മികവുറ്റതാക്കണമെങ്കിൽ പാനൽ അംഗങ്ങൾ പോലെ തന്നെ അതിന്റെ മോഡറേറ്ററും കൂടി തുല്യമായ ഒരു പങ്കുണ്ട്. സൗദിയിൽ നിന്ന് തനത് ശൈലിയോടുകൂടി സമതുല്യമായി മോഡറേഷൻ നൽകി സെഷന്റെ ഊർജം ഉയർത്തി നിലനിർത്തിയ ടോസ്റ്റ് മാസ്റ്റർ നജീബിനും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം മോഡറേറ്റർ ദൗത്യം നിർവഹിച്ചു. നന്ദി ടോസ്റ്റ് മാസ്റ്റർ നജീബ്. കുവൈറ്റിൽ നിന്ന് അതിഗംഭീരമായി ഈ സെഷന്റെ ഏകോപനം കൃത്യതയോടെ നിർവഹിച്ച് ഇന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന സാരഥിയാണ് ടോസ്റ്റ് മാസ്റ്റർ സുനിൽ. അദ്ദേഹം ഈ യോഗം ഭംഗിയായി കൃത്യസമയത്ത് തന്നെ തുടങ്ങി ഒരു അവതാരകന്റെ ദൗത്യം കൂടെ ഏറ്റെടുത്ത് നിർവഹിച്ച് ഈ യോഗം ഹൃദ്യമായി ആക്കിയതിന് വളരെയധികം സ്നേഹം അറിയിക്കുകയാണ് വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് കോർ കമ്മിറ്റി. അതുപോലെ ഈ യോഗത്തിന്റെ സമയപാലനം കൂടി ഏറ്റെടുത്ത് കൃത്യമായി കൊണ്ടുപോയി സമയ നിരീക്ഷണം ചെയ്ത് ഇതിനും കൂടി പ്രത്യേക നന്ദി. ശരിക്കും മൾട്ടിപ്പിൾ റോൾസ് എടുത്ത് മൾട്ടി ടാസ്ക് ചെയ്തത് എന്നെ വിസ്മയിപ്പിച്ചു. ഞാൻ തിരയായിരുന്നു ആരാണ് ടൈമർ എന്ന്. താങ്ക് യു ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ഒരു നല്ല കൈഡ് കൊടുക്കാം ഇത്രയും റോൾസ് ചെയ്തതിന്. കൂട്ടത്തിൽ യോഗത്തിന് ചുക്കാൻ പിടിച്ച ലോക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ കോർ കമ്മിറ്റികൾക്കും പ്രത്യേകം നന്ദി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതൊക്കെ സാധ്യമായത് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരാണ്. ഇപ്പോഴും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 42 ആളുകളുണ്ട് നന്ദി പ്രകാശനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം, പ്രതികരണങ്ങൾ, ചോദ്യങ്ങൾ, ആവേശം എല്ലാം ചേർന്നാണ് പുതിയ മുഖം എന്ന ആശയം യഥാർത്ഥത്തിൽ വിജയമായത്. പഠിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹമാണ് ഏറ്റവും വലിയ ശക്തി. അത് എന്ന് നിങ്ങൾ എല്ലാവരും തെളിയിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദി. നമ്മുടെ വേൾഡ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് കുടുംബം അറിവ് പങ്കുവെക്കാനും പരസ്പരം ഉയർത്തി കൊണ്ടുപോകാനും പുതിയ മുഖങ്ങൾ ഇനിയും കണ്ടെത്തുവാനും ഇനിയും ഒരുമിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
തിരിച്ച് സുനിലിലേക്ക്. നന്ദി ടോസ്റ്റ് മാസ്റ്റർ അപർണജി. അതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ യോഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ യോഗ പങ്കാളികൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതോടുകൂടി റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും നമുക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ പങ്കുവയ്ക്കാം.